Good afternoon. Okay. മാക്സിമം നിങ്ങൾ 1:30 ആകുമ്പോഴത്തേക്കും ജോയിൻ ചെയ്യാൻ നോക്കാം കേട്ടോ. നമുക്ക് കുറച്ച് സമയമുള്ളൂ. വലിയൊരു പോർഷൻ നമുക്ക് കവർ ചെയ്യാനുണ്ട്. 1:30 ആകുമ്പോഴത്തേക്കും തന്നെ മാക്സിമം കയറാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് പറഞ്ഞത്? നമ്മള് ഇന്റർവ്യൂ പ്രോസസ് ആണല്ലേ പറഞ്ഞത്. ഇന്റർവ്യൂ പ്രോസസ് കഴിഞ്ഞു. നെക്സ്റ്റ് ഇന്റർവ്യൂ അറേഞ്ച്മെന്റ്സ്. അവിടെ തുടങ്ങിയല്ലേ നോക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്? ഇന്റർവ്യൂയിങ് അറേഞ്ച്മെന്റ്. The type of interview being conducted largely influence the interviewing arrangements. അതായത് ഏത് ടൈപ്പ് ഇന്റർവ്യൂ ആണ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള അറേഞ്ച്മെന്റ്സ് ആയിരിക്കണം ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഇന്റർവ്യൂവിന് അറേഞ്ച്മെന്റിനെ അത് സ്വാധീനിക്കുന്നു. എന്ത്, ഏത് ടൈപ്പ് ഇന്റർവ്യൂ ആണ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. ദ പ്രൊസീജിയർ, ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. The procedure of interviewing may be involved conducting individual interviews. അപ്പോൾ ഇന്റർവ്യൂ പ്രൊസീജിയറിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് കണ്ടക്ടിങ് ഇൻഡിവിജ്വൽ ഇന്റർവ്യൂസ്. ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്, ആൻഡ് ഇന്റർവ്യൂ പാനൽ, സെലക്ഷൻ ബോർഡ് ഓർ സം ഫോം ഓഫ് അസസ്മെന്റ് സെന്റർ, അല്ലെങ്കിൽ ചില അസസ്മെന്റ് സെന്റേഴ്സ്. ഇതൊക്കെയാണ് ഏതില് ഇന്റർവ്യൂവിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതൊന്നും അണ്ടർലൈൻ ചെയ്ത് വെക്കാം. However, the interview arrangement should conform broadly into the following mentioned pattern. ഈ പറയുന്ന പാറ്റേണിലാണ് ഒരു ഇന്റർവ്യൂ അറേഞ്ച്മെന്റ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്താണ്? ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ പ്ലേസ് ആൻഡ് ദി ടൈം ഓഫ് ദ ഇന്റർവ്യൂ ആൻഡ് ദ പേഴ്സൺ ടു കോണ്ടാക്ട് should be provided to the candidates who have applied in writing or over phone. അപ്പോ എവിടെയാണ് ഇന്റർവ്യൂ നടത്തുന്ന പ്ലേസ്, ഏതാണ്, ടൈം എവിടെയാണ്, കോണ്ടാക്ട് ചെയ്യേണ്ട പേഴ്സണിന്റെ കോണ്ടാക്ട് നമ്പർ, അതെല്ലാനും കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. അത് റിട്ടേൺ ആയിട്ടോ അല്ലെങ്കിൽ ഫോണിലേക്കോ ആ കാര്യങ്ങൾ അറിയിക്കണം. എവിടെയാണ്, അല്ലെങ്കിൽ സമയം എപ്പോഴാണ്, അത് ആരെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാൻഡിഡേറ്റ്സിനെ മുൻകൂട്ടി അറിയിക്കണം. The time of the interview should be scheduled while keeping in mind in the distance between candidates and the residents to the place of the interview. ഇനി നമ്മൾ ആ ഇന്റർവ്യൂ നടത്തുമ്പോൾ നമ്മൾ ഒരു കാര്യം, ആ ടൈം ഒക്കെ ഇല്ലേ, അത് നമുക്ക് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണ്? ആ കാൻഡിഡേറ്റ്സിന്റെ പ്ലേസ് എവിടെയാണ്, അവരുടെ റെസിഡൻസ് ടു ദ പ്ലേസ് എവിടെയാണ്, അതുപോലെ തന്നെ നമ്മൾ ആ ഇന്റർവ്യൂ നടത്തുന്ന ആ സ്ഥലം, ഇത് തമ്മിലുള്ള ദൂരം, അതൊക്കെ നമ്മൾ എന്താണ്, അപ്പൊ അതിന് അവിടെ നിന്ന് ഇതിലേക്ക് വരുന്ന ടൈം ഒക്കെ ഇല്ലേ, അത് നമ്മൾ അതനുസരിച്ച് വേണം ക്രമീകരിക്കാൻ. ആ സമയത്തെ കാൻഡിഡേറ്റ്സിന് അവിടെ എത്താൻ പറ്റുമോ, അതാണ്. The time of the interview should be scheduled while keeping in mind to distance between the candidate's residence to the place of the interview. ആ പ്ലേസും അതുപോലെ നമ്മള് ഇന്റർവ്യൂ നടത്തുന്ന പ്ലേസും കാൻഡിഡേറ്റ്സിന്റെ ആ പ്ലേസും അത് തമ്മിലുള്ള ദൂരം, ആ ഒരു എത്ര സമയം വരും എന്നുള്ളതും കൂടി ആ ഇന്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ മനസ്സിൽ സൂക്ഷിക്കണം. Timing should be adjusted according to the working hours of the candidates that are currently placed in the some company. ചില കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിലേ അവർക്കുടെ വർക്കിംഗ് ടൈമും കൂടി കൺസിഡർ ചെയ്യണം. അതായത് അപ്പൊ അത് ഒഴിവാക്കിയിട്ടുള്ള സമയത്തൊക്കെ ഇന്റർവ്യൂ വെക്കാനായിട്ട്, അപ്പൊ അങ്ങനെ വേണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അവരുടെ വർക്കിംഗ് ടൈമും കൂടി നോക്കിയിട്ട് അതനുസരിച്ച് വേണം ടൈമിന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. If the location of the company is difficult to find, a map accompanied by the public transportation details should be provided to the candidates. ഇനി കമ്പനിയുടെ ലൊക്കേഷൻ എവിടെയാണ് നമ്മൾ ഇന്റർവ്യൂവിന് ചെല്ലേണ്ടത്, ആ കമ്പനിയുടെ ലൊക്കേഷൻ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു മാപ്പ് കൊടുക്കണം. A map accompanied by the public transportation system. അങ്ങോട്ടേക്ക് ട്രാവലിംഗിന്റെ ഡീറ്റെയിൽ, എങ്ങനെയൊക്കെയാണ് ചെന്നെത്തിപ്പെടേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാൻഡിഡേറ്റ്സിന് പ്രൊവൈഡ് ചെയ്യണം.
It is always good idea to let a receptionist or security guard know who is coming. അതൊരു നല്ലൊരു കാര്യമാണ്. എന്താ, നമ്മളിപ്പോ ഞാനിപ്പോ ഇന്റർവ്യൂവിന് ചെല്ലുകയാണെങ്കിൽ അപ്പൊ എന്നെ കുറിച്ച് ഇന്ന ആള് പേര് ഇന്റർവ്യൂവിന് വരും എന്നുള്ള കാര്യം റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡിനെ മുൻകൂട്ടി അറിയിക്കണം. അപ്പൊ അവര് നമ്മളെ കുറിച്ച് അറിയുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. എന്താ, ഇറ്റ് വിൽ പുട്ട് എ ഗുഡ് ഇംപ്രഷൻ ഓൺ ദ കാൻഡിഡേറ്റ്. കാൻഡിഡേറ്റ്സിൽ അതിന് നല്ല ഇംപ്രഷൻ ഉണ്ടാക്കും. ഞാൻ ചെല്ലുമ്പോ എന്റെ പേര് വിളിച്ചിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്റെ മനസ്സിൽ വരൂലേ, അപ്പൊ ഞാനിപ്പോ ഇന്റർവ്യൂവിൽ എത്തും എന്നുള്ള കാര്യം ഓൾറെഡി മുൻകൂട്ടി എന്താ പറയാ അവർ അറിഞ്ഞിട്ടുണ്ട് അല്ലെ. റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു എന്താ പറയാ കാൻഡിഡേറ്റ്സിന്റെ ഇടയിൽ നല്ല ഇംപ്രഷൻ ഉണ്ടാകും. ഓക്കെ, ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് കേട്ടോ. ഇനി രണ്ടാമത്തെ നോക്കിയേ, ആപ്ലിക്കൻസ് ഷുഡ് ബി ഗിവൺ എ ക്വയറ്റ് ആൻഡ് കംഫർട്ടബിൾ റൂം ടു വെയിറ്റ്. ഇനി ആപ്ലിക്കൻസ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് ഇന്റർവ്യൂവിന്റെ നമ്മള് എന്തൊക്കെ കാര്യങ്ങൾ കാൻഡിഡേറ്റ്സിനോട് പറയണം, ആ ടൈം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ, ആപ്ലിക്കൻസിന് നല്ല ശാന്തമായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള റൂം വേണം കൊടുക്കാൻ. അവർക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാവുന്ന രീതിയിൽ വേണം റൂം കൊടുക്കാൻ. ദ റൂം ഷുഡ് ഹാവ് എ വേരിയസ് റീഡിംഗ് മെറ്റീരിയൽ അവൈലബിൾ ഫോർ ഹിം. ഇനി ആ റൂമിൽ ഇരിക്കുമ്പോൾ അവർക്ക് വായിക്കാൻ പറ്റുന്ന എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ അവിടെ അവൈലബിൾ ആക്കണം. അപ്പൊ വെറുതെ അവരിയ്ക്കുമ്പോഴേ ഒരുപാട് ബോറടിക്കാത്ത രീതിയിൽ വായിക്കാൻ പാകത്തിനുള്ള റീഡിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യങ്ങൾക്ക് ഡീപ് ആൻഡ് തറോ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ദ പ്രോഗ്രാം ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദ ഇന്റർവ്യൂവേഴ്സ് ഓർ ഇന്റർവ്യൂ പാനൽ. പിന്നെ അതിനകത്തെ പറയുന്ന ഒരു കാര്യം, നമ്മളെ കാൻഡിഡേറ്റ് ഈ നല്ല ആഴത്തിലുള്ള ഡീപ് ആൻഡ് തറോ നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻ ആ ഇന്റർവ്യൂ പ്രോഗ്രാമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇന്റർവ്യൂവർ അല്ലെങ്കിൽ ഇന്റർവ്യൂ പാനല് അത് അറിഞ്ഞിരിക്കണം. അതായത് ഇപ്പൊ ഇന്റർവ്യൂവർ ഇന്റർവ്യൂവിലെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. വെറുതെ ആർക്കും ചെന്ന് ഓടിച്ചെന്ന് എടുക്കാൻ പറ്റുന്നതല്ലല്ലോ. ഇന്റർവ്യൂ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇന്റർവ്യൂവേഴ്സ് അല്ലെങ്കിൽ ഇന്റർവ്യൂ പാനല് വ്യക്തമാക്കി അത് അറിഞ്ഞിരിക്കണം. അവർക്ക് ആഴത്തിൽ അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. In order to welcome and escort candidates for interview, rooms should be booked and arrangement to be made for their meals and conduct a tour around the company if the possible. പിന്നെ അടുത്തത് നമ്മൾ അവരെ നല്ല രീതിയിൽ കാൻഡിഡേറ്റ്സിനെ വെൽക്കം ചെയ്യണം. പിന്നെ അത് എസ്കോർട്ട്, അതായത് അവരെ കൊണ്ടുവന്ന് നമ്മൾ ആ റൂമിലേക്ക് ആക്കുക. അതിന്റെ എസ്കോർട്ട് കാൻഡിഡേറ്റ്സ് ഫോർ ഇന്റർവ്യൂ. അവിടെ അവരുടെ കാൻഡിഡേറ്റ്സിനെ എന്താ പറയാ അവരുടെ കൂടെ ഒന്ന് എസ്കോർട്ട് പോലെ അല്ലെങ്കിൽ അവരെ ഒന്ന് ഇന്റർവ്യൂയിലേക്ക് ആ ഒരു റൂമിലേക്ക് എത്തിക്കാം. റൂം പിന്നെ അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് നേരത്തെ റൂം ബുക്ക് ചെയ്യണം. പിന്നെ അവർക്ക് ഭക്ഷണത്തിനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ആൻഡ് കണ്ടക്ട് ടൂർ റൗണ്ട് ദ കമ്പനി എന്ന് വെച്ചാൽ ടൂർ റൗണ്ട് ദ കമ്പനിക്ക് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ചുറ്റും ഒക്കെ ഫാക്ടറിയിലെ മെഷീൻസും കാര്യങ്ങളും ഒക്കെ അവരെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ആ കമ്പനിനെ ഒന്ന് പരിചയപ്പെടാനായിട്ട് അവിടുത്തെ ടൂൾസ് മെഷീൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ കാണിച്ചു കൊടുക്കണം. ഓക്കെ ഓക്കെ, വലിയ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലെ? ക്ലിയർ ആവുന്നില്ലേ പറയണത്? ഒന്നാമത്തേല് ഇന്റർവ്യൂവർ നന്നായിട്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂ പാനല് നന്നായിട്ട് അറിവുണ്ടായിരിക്കണം. ആ ഇന്റർവ്യൂ പ്രോഗ്രാമിനെ കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം. പിന്നെ കാൻഡിഡേറ്റ്സിന് എന്താണ് നേരത്തെ റൂം ബുക്ക് ചെയ്യണം. അവർക്ക് ഭക്ഷണത്തിനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ കമ്പനിക്ക് ചുറ്റും അതായത് ആ മെഷീൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് അവരെ പരിചയപ്പെടുത്തി കൊടുക്കണം. അടുത്ത നോക്കിയേ, the room with less or little distraction should be arranged for the interview. അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ് ഒന്ന്. പിന്നെ അതുപോലെ രണ്ടാമത്തെ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ആപ്ലിക്കൻ ഷുഡ് ബി ഗിവൺ എ ക്വൈറ്റ് ആൻഡ് കംഫർട്ടബിൾ റൂം ടു വെയിറ്റ്. അപ്പോ ഇനി എങ്ങനെയുള്ള റൂം വേണം കൊടുക്കാനായിട്ട്? ലെസ് ഓർ ലിറ്റിൽ ഡിസ്ട്രാക്ഷൻ, അധികം ഇങ്ങനെ ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള അങ്ങനെയുള്ള റൂമുകളൊന്നും അവർക്ക് കൊടുക്കരുതെന്ന്. ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള റൂം അറേഞ്ച് ചെയ്യരുത്. നല്ല ഫ്രീ ആയിട്ടുള്ള നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള വലിയ ബഹളം ഒച്ചയൊന്നും ഇല്ലാത്ത നല്ലൊരു ശാന്തമായിട്ടുള്ള ഒരു റൂം വേണം ഇന്റർവ്യൂവിന് അറേഞ്ച് ചെയ്യാൻ. അപ്പൊ അതാണ് ലെസ് ഓർ ലിറ്റിൽ ഡിസ്ട്രാക്ഷൻ, അങ്ങനെയുള്ള റൂം ആയിരിക്കണം ഇന്റർവ്യൂവിന് അറേഞ്ച് ചെയ്യേണ്ടത്. A psychological barrier between the interviewer and the candidate is created in the situation where the interviewer selects to sit behind the desk during the interview.
പിന്നെ അതുപോലെ തന്നെ അവർ ഫേസ് ടു ഫേസ് ആയിട്ടിരിക്കണം. കാൻഡിഡേറ്റ്സും ഇന്റർവ്യൂവറും ഫേസ് ടു ഫേസ് ആയിട്ടിരിക്കണം. ഇനി ഇന്റർവ്യൂവർ അവിടെ അവരെന്താണ് ഈ കാൻഡിഡേറ്റ്സിനെ നേരെ കാണാത്ത രീതിയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അവരുടെ പുറകിലാണ് ഇരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ ഒരു സൈക്കോളജിക്കൽ ബാരിയർ, അവരുടെ ഇടയ്ക്ക് ഒരു തടസ്സം ഉണ്ടാവുകയാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അപ്പൊ ആ ഇന്റർവ്യൂവിന് എന്താ പറയാ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അതായത് ഫേസ് ടു ഫേസ് ആയിരിക്കണം എന്നാ പറഞ്ഞിരിക്കണേ. Psychological barrier between the interviewer and the candidates is created in the situation where the interviewer select to sit behind the desk during the interview. അതായത് ആ കാൻഡിഡേറ്റ്സിന്റെ ബാക്കിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ നേരിട്ട് കാണാത്ത രീതിയിലാണെങ്കിൽ, ഫേസ് ടു ഫേസ് അല്ലാത്ത രീതിയിലാണെങ്കിൽ അവിടെ ഒരു തടസ്സം ഉണ്ടാവുന്നു. ഓക്കെ, അടുത്ത നോക്കിയ അഞ്ചാമത്തെ, നോട്ട് ടു മച്ച് ഇൻഫർമേഷൻ regarding the company and the condition of the employment should be shared with the candidates during the interview or interviews. എന്താ പറഞ്ഞേക്കുന്നത്, അധികം വിവരങ്ങൾ കമ്പനി, ഒരുപാട് ഡീറ്റെയിൽ ഒന്നും അങ്ങനെ കാൻഡിഡേറ്റ്സിനോട് പറയരുതെന്ന് കണ്ടോ. നോട്ട് ടു മച്ച് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കമ്പനി, കമ്പനീനെ സംബന്ധിക്കുന്ന ആൻഡ് ദ കണ്ടീഷൻ ഓഫ് ദ എംപ്ലോയ്മെന്റ്, ആ ജോലിനെ സംബന്ധിക്കുന്ന ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും കാൻഡിഡേറ്റ്സിനോട് ഷെയർ ചെയ്യാൻ പാടില്ല. ഇന്റർവ്യൂ ഓർ ഇന്റർവ്യൂസിൽ അങ്ങനെയുള്ളത് പറയാൻ പാടില്ല. ലിമിറ്റഡ് ആയിട്ട് ആവശ്യത്തിലുള്ള കാര്യങ്ങൾ മാത്രം ഇൻഫോം ചെയ്താൽ മതി. ആഫ്റ്റർ ദ പ്രൊഫഷണൽ ഓഫർ ഹാസ് ബീൻ മെയ്ഡ്, നെഗോഷിയേഷൻ ഓവർ പേ ആൻഡ് അതർ ബെനിഫിറ്റ് വിൽ ടേക്ക് പ്ലേസ്. അപ്പൊ നമുക്കൊരു ഓഫർ നൽകി, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യവസ്ഥാപരമായിട്ടുള്ള ഒരു ഓഫർ നൽകിയതിനു ശേഷം പിന്നെ എന്താണ് പേയ്മെന്റ്, അവിടുത്തെ ബെനിഫിറ്റ്, ഇതിനെ കുറിച്ചുള്ള ചർച്ചകൾ, നെഗോഷിയേഷൻ എന്ന് വെച്ചാൽ ചർച്ചകൾ, അതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തും. ആ പ്രൊഫഷണൽ ഒരു ഓഫർ നൽകിയതിനു ശേഷം, അവർക്ക് കാൻഡിഡേറ്റ്സിന്റെ ഒരു ഓഫർ നൽകിയതിനു ശേഷം പേയ്മെന്റ്, ബെനിഫിറ്റ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തും. Preparing groundwork for negotiation and benefits during the interview process is always advisable. ചർച്ചകൾക്കും അതുപോലെ ബെനിഫിറ്റ്സ്, ആനുകൂല്യങ്ങൾക്കും ഒക്കെ വേണ്ടിയുള്ള അടിസ്ഥാന കാര്യങ്ങള് നമ്മൾ തയ്യാറാക്കുന്നത് എപ്പോഴും ഒരു നല്ലൊരു കാര്യമാണ്, ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. Preparing groundwork for negotiation and benefit during the interview process is always advisable. നല്ലൊരു സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ്, എപ്പോഴും ഉചിതമായിട്ടുള്ള കാര്യമാണ്. നേരത്തെ നമ്മള് ഈ ചർച്ചകൾ നടത്താനും ബെനിഫിറ്റ്സ്, ആനുകൂല്യങ്ങൾക്കും ഒക്കെ വേണ്ടിയുള്ള ആ സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ തയ്യാറാക്കുന്നത് എപ്പോഴും ഉചിതമായിട്ടുള്ള കാര്യമാണ്. അടുത്തത് ആറാമത്തെ നോക്കിയേ, when the interview concluded. ഇനി ഇന്റർവ്യൂ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നോക്കിയേ, ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദ ആപ്ലിക്കൻസ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ കാൻഡിഡേറ്റ്സിനോട് പറയണം. ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദ ആപ്ലിക്കൻസ്. ആപ്ലിക്കൻസിന് അത് ആ ഇന്റർവ്യൂ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് എന്താണെന്നുള്ള കാര്യം എന്ത് ചെയ്യണം, കാൻഡിഡേറ്റ്സിനോട്, ആപ്ലിക്കൻസിനോട് പറയണം. They might be asked if they have any objection or problem with any of the steps that have been taken up till this stage. പിന്നെ അതുപോലെ അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഒറ്റ സ്റ്റെപ്പ് തീരുന്നതല്ല, ആ ഒരു പല സ്റ്റെപ്സുകളില് അവർക്ക് എന്തെങ്കിലും കാൻഡിഡേറ്റ്സിന് അല്ലെങ്കിൽ ആപ്ലിക്കൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഒബ്ജക്ഷൻസോ ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യം, എന്തെങ്കിലും നടപടികളില് ഇത്രയും നേരം നമ്മൾ ചെയ്ത അല്ലെങ്കിൽ ആ പല സ്റ്റെപ്സുകളില് എടുത്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലോ ഒബ്ജക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ട് എന്നുള്ളത് അവരോട് നേരിട്ട് തന്നെ ചോദിക്കണം. might be asked, അവരോട് ചോദിക്കണം. ഒബ്ജക്ഷൻ ഓർ പ്രോബ്ലം വിത്ത് എനി ഓഫ് ദ സ്റ്റെപ്സ്, എന്തെങ്കിലും സ്റ്റെപ്പില് പ്രോബ്ലംസോ ഒബ്ജക്ഷൻസോ ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യം അവരോട് ചോദിക്കണം. അടുത്ത നോക്കിയേ, the actual performance and the anticipated performance of the candidate should be determined by a follow-up study. ഇനി നമ്മൾ ആ യഥാർത്ഥത്തിലുള്ള പെർഫോമൻസ്, ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന പെർഫോമൻസ്, the actual performance and anticipated performance of the candidate should be determined by the ഏതിലൂടെ നിർണ്ണയിക്കാൻ പറ്റും, follow-up studyയിലൂടെ നിർണ്ണയിക്കാൻ പറ്റും. These studies will enable the organization to validate their selection process
and to examine their interview skills. അപ്പൊ ഇങ്ങനെയുള്ള ഫോളോ അപ്പ് സ്റ്റഡി ഇല്ലേ, അത് എന്തിനാ സാധ്യമാകുന്നു? ഓർഗനൈസേഷനെ വാലിഡേറ്റ് ചെയ്യാൻ, അവരുടെ സെലക്ഷൻ പ്രോസസ്സിനെ വാലിഡേറ്റ് ചെയ്യാനും സാധൂകരിക്കാനും, അതുപോലെ ഇന്റർവ്യൂവറുടെ സ്കിൽസുകൾ, ഇന്റർവ്യൂവറിന്റെ സ്കിൽസ്, ഇന്റർവ്യൂ നടത്തുന്ന ആളാണല്ലോ, ഇന്റർവ്യൂവേഴ്സിന്റെ സ്കിൽസിനെ എക്സാമിൻ ചെയ്യാനും സഹായിക്കും ആ ഫോളോ അപ്പ് സ്റ്റഡി ഇല്ലേ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ, ഫോളോ അപ്പ് സ്റ്റഡി. അപ്പൊ 7 പോയിന്റ്സ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. Okay, when planning an interview, it is important that the people who will be conducting it will well informed on the job position and the procedure they should follow. ഒന്ന് അണ്ടർലൈൻ ചെയ്തു. അപ്പൊ നമ്മൾ ഒരു ഇന്റർവ്യൂ പ്ലാൻ ചെയ്യുമ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മള് ഈ ജോബ് പൊസിഷനെ കുറിച്ച് അല്ലെങ്കിൽ പ്രൊസീജിയറിനെ കുറിച്ചൊക്കെ നല്ലപോലെ അറിവ് ഉണ്ടായിരിക്കേണ്ടത് അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. Who will be conducting. Okay, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. The people who will be conducting it, അത് കണ്ടക്ട് ചെയ്യുന്ന ആളുകളില്ലേ, അവരെ എന്താണ് വെൽ ഇൻഫോംഡ് ഓൺ ദ ജോബ് പൊസിഷൻ, അതിൽ അവിടെ എന്തൊക്കെ പ്രൊസീജിയർ ആണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് അവർക്ക് നല്ല അറിവുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. Then the manager and the team leader should be continuously trained. അത് മാനേജറും ആ ടീം ലീഡറും ഏതാണ് കണ്ടിന്യൂസ് ആയിട്ട് അവരെ നല്ല രീതിയിൽ പരിശീലിപ്പിക്കണം. Regarding the interview skills that are required for conducting an interview properly. ഒരു ഇന്റർവ്യൂ പ്രോപ്പർ ആയിട്ട് നടത്തുന്നതിന് അതിന് ആവശ്യമായിട്ടുള്ള കഴിവുകൾ, സ്കിൽസ്, ഇന്റർവ്യൂ സ്കിൽസ്. എല്ലാവർക്കും ചെന്ന് ഇന്റർവ്യൂ എടുക്കാൻ പറ്റില്ല അല്ലെ. ഒരു നല്ല ഇന്റർവ്യൂ പ്രോപ്പർ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നതിന് ആ ഇന്റർവ്യൂയിങ് സ്കിൽസ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാനേജറിനും ടീം ലീഡറിനും ഒക്കെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുക്കണം. അവർക്ക് നല്ലൊരു ട്രെയിനിങ് കൊടുക്കണം എന്ന്. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഞാൻ വായിച്ചു പോണേ ഉള്ളൂ കേട്ടോ. ഇനി the provisions mentioned under the sex, race എന്ന് പറഞ്ഞാൽ വംശം, സെക്സ് എന്ന് പറഞ്ഞാൽ മെയിൽ ആണോ ഫീമെയിൽ ആണോ, റേസ് വംശം, ഡിസബിലിറ്റി വൈകല്യങ്ങള്, ഡിസബിലിറ്റി ഡിസ്ക്രിമിനേഷൻസ് ആക്ട്, അതായത് വിവേചനങ്ങള്, ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വിവേചനങ്ങള്, ആക്ട് ഷുഡ് ബി കംപ്ലീറ്റ്ലി ഫോളോഡ് ബൈ ഈച്ച് ഇന്റർവ്യൂവർ. നമ്മൾ എന്താണ് നമ്മള് ഈ കാര്യം കംപ്ലീറ്റ് ആയിട്ട് ഇന്റർവ്യൂവർ ഫോളോ ചെയ്യണം. സെക്സ് അതെന്താന്ന് വെച്ചാൽ നമ്മള് മെയില് ഫീമെയിൽ എന്നുള്ള പാർഷ്യാലിറ്റി ഒന്നും ഇല്ല. റൈസ് എന്ന് പറഞ്ഞാൽ വംശം, ഏതാണ് ഡിസബിലിറ്റി ഡിസ്ക്രിമിനേഷൻ ആക്ട് ഷുഡ് ബി കംപ്ലീറ്റ്ലി ഫോളോഡ് ബൈ ഈച്ച് ഇന്റർവ്യൂവർ. Then prejudiced or behavior or prejudiced judgment of any kind must be fully avoided or eliminated from the interview and the following discussion. അപ്പൊ നമ്മളെ മുൻവിധി, അതായത് ഇപ്പൊ നമ്മള് വന്നേക്കായി മുന്നേ അവരെ മുൻവിധിയുള്ള പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ മുൻവിധിയുള്ള ജഡ്ജ്മെന്റ്, ഇപ്പൊ നമുക്ക് അവർക്ക് അല്ലെങ്കിൽ നല്ല ഇതാണ് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ഇന്റർവ്യൂ നടത്തിയതിനു ശേഷം മാത്രം കറക്റ്റ് ആയിട്ടുള്ള ഇത് കൊടുത്താൽ മതി. അതായത് മുൻവിധിയുള്ള ഒരു പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ മുൻവിധിയോടുകൂടിയുള്ള ജഡ്ജ്മെന്റോ ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഇന്റർവ്യൂവില് അത് അവോയ്ഡ് ചെയ്യണം. ഓർ എലിമിനേറ്റഡ്, അവോയ്ഡഡ് ഓർ എലിമിനേറ്റഡ്. അങ്ങനെ മുൻവിധിയുള്ള പെരുമാറ്റങ്ങളോ മുൻകൂറുള്ള വിധി ന്യായങ്ങളോ ഒക്കെ നമ്മൾ ഇവിടെ ഇന്റർവ്യൂവില് അത് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. During the interview, any indirect remark reflecting any kind of racism should be avoided at all costs. പിന്നെ ഇന്റർവ്യൂവില് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഈ റിമാർക്കുകളോ നേരെയല്ലാത്ത indirect remark reflecting any kind of racism എന്ന് പറഞ്ഞാൽ വംശീയത, അങ്ങനെയൊക്കെ പ്രതിഫലിപ്പിക്കുന്ന കാര്യങ്ങള് അവിടെ പൂർണ്ണമായിട്ടും
എന്ത് ചെയ്യണം, അതും ഒഴിവാക്കണം. at any cost, all cost എന്ന് പറഞ്ഞാൽ അവോയ്ഡഡ് at all cost. എന്ത് വില കൊടുത്തിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇന്റർവ്യൂവിൽ അവിടെ ഉൾക്കൊള്ളിക്കാൻ പാടില്ല. Rejection of the candidate should be made exclusively on the basis of he or she incapable of performing the job. ഇനി നോക്കി, ഇനി റിജക്ഷൻ അതൊന്ന് അണ്ടർലൈൻ ചെയ്തോണ്ട് ആ സെന്റൻസ്. ഇനി എങ്ങനെയാണ് നമ്മൾ ആ കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? എക്സ്ക്ലൂസീവ്ലി ഓൺ ദ ബേസിസ് he or she incapable of the performing the job. ആ ജോലി നിർവഹിക്കാൻ കഴിവില്ല എന്നുള്ളതിന്റെ ബേസിൽ മാത്രം. കണ്ടോ, എക്സ്ക്ലൂസീവ്ലി എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് അതിൽ മാത്രമേ നമ്മൾ കാൻഡിഡേറ്റ്സിനെ റിജക്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ മെയിലാണ് ഫീമെയിലാണ്, ഫീമെയിൽ ആയതുകൊണ്ട് റിജക്ട് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റിയുടെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയൊന്നും പാടില്ല. ആ ജോലി പെർഫോം ചെയ്യാൻ, നിർവഹിക്കാൻ അവർക്ക് കഴിവില്ല എന്നുള്ളതിന്റെ ബേസിൽ മാത്രമേ അത് എന്താണ് കാൻഡിഡേറ്റ്സിന് റിജക്ട് ചെയ്യാൻ പാടുള്ളൂ. അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. The decision on selecting candidates should not be based on race. വീണ്ടും അതൊക്കെ തന്നെയാ പറഞ്ഞേക്കണേ. ഇനി നമ്മൾ ഈ കാൻഡിഡേറ്റ്സിനെ ഈ സെലക്ട് ചെയ്യാനുള്ള തീരുമാനമില്ലേ, അതെങ്ങനെയാവരുത്? should not be based on racism. racism എന്ന് വെച്ചാൽ വംശീയത, സെക്സിസം, മെയിൽ ഫീമെയിൽ എന്നുള്ള ആ ഒരു ലിംഗഭേദം, അത് ഡിസബിലിറ്റി, വൈകല്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആവരുത് ഡിസിഷൻ. ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന ആ തീരുമാനം എന്നുള്ളത് ഈ എന്തെങ്കിലും വംശീയതയുടെയോ നമ്മുടെ ജാതിയുടെയോ അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ എന്നുള്ളതോ അല്ലെങ്കിൽ ഡിസബിലിറ്റി, വൈകല്യങ്ങളോ എന്നിവയുടെ പേരിൽ ആവരുത് ആ ഡിസിഷൻ കറക്റ്റ് ഡിസിഷൻ ആയിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ പാടില്ല. ലാസ്റ്റത്തെ ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് handling applicants ethically is another important aspect to consider when planning and implementing a recruiting program. ഒരു റിക്രൂട്ടിംഗ് പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും അത് നടപ്പിലാക്കുമ്പോഴും ഒരു റിക്രൂട്ടിംഗ് പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുകയോ നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ എന്താണ്, ആപ്ലിക്കൻസിനെ ധാർമ്മികമായി കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. Handling applicants ethically is another important, മറ്റൊരു പ്രധാനപ്പെട്ട വശമാണ്. Consider while planning and implementing recruiting program. It is the right of the candidates to be treated with respect, which include receiving prompt response and being informed of the result of their applications. It is the right, ഇത് ശരിയായുള്ള കാര്യമാണ്, ശരിയായുള്ള കാൻഡിഡേറ്റ്സിന്റെ അവകാശമാണ് അത്. It is the right of the candidates. കാൻഡിഡേറ്റ്സിന്റെ അവകാശമാണത് to be treated with. എങ്ങനെ അവരോട് പെരുമാറണം, എങ്ങനെയായിരിക്കണം? റെസ്പെക്ട്, അവരോട് നല്ലൊരു ബഹുമാനം അവർക്ക് കൊടുക്കണം. പിന്നെ which includes receiving prompt response. പിന്നെ എന്താ, വേഗത്തിലുള്ള റെസ്പോൺസ് എന്താണെന്നുള്ള കാര്യം അവരുടെ പിന്നെ പറയാതെങ്കിൽ പിന്നെ ആവട്ടെ അങ്ങനെയൊന്നുമില്ല, ഉടനടി അവർക്ക് വേണ്ട റെസ്പോൺസ് കൊടുക്കണം. ആൻഡ് ബീങ് ഇൻഫോംഡ് ഓൺ ദ റിസൾട്ട് ഓഫ് ദർ ആപ്ലിക്കേഷൻ, അതിന്റെ റിസൾട്ടും അവരെ ഉടനടി അറിയിക്കണം. ഓക്കെ, ഇത് കാൻഡിഡേറ്റ്സിന്റെ അവകാശമാണ്. നമ്മൾ എന്താണ് അതിന്റെ അല്ലെ, നമ്മൾ അതിനകത്ത് ആപ്ലിക്കേഷൻസിന്റെ റിസൾട്ട് എന്താണ് ഇതൊക്കെ അവര് നമ്മൾ അറിയിക്കണം. അല്ലെങ്കിൽ പിന്നെ പറയാം മതി, അങ്ങനെ ഒരു എക്സ്ക്യൂസ് ഒന്നും അവിടെ പാടില്ല. അത് കറക്റ്റ് ആയിട്ട് അവരെ അറിയിക്കണം എന്നുള്ളത് കാൻഡിഡേറ്റ്സിന്റെ അവകാശം തന്നെയാണ്. അണ്ടർലൈൻ ചെയ്തോട്ടോ. അവരോട് നല്ല രീതിയിൽ ബഹുമാനത്തോടു കൂടി അവരെ ട്രീറ്റ് ചെയ്യുക. പിന്നെ അത് വേഗത്തിലുള്ള പ്രതികരണങ്ങൾ അവർക്ക് സ്വീകരിക്കുക. ആ റിസൾട്ട്, ആപ്ലിക്കേഷന്റെ റിസൾട്ട്, അതിനെ കുറിച്ച് അവരെ അറിയിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ്. There is a limit to how many interviewers and interviews an interviewer can conduct in a day without losing enthusiasm and energy. അതിനെ ഒരു ലിമിറ്റ് ഉണ്ട്.
there is a limit how many interviews an interviewer can conduct. ഒരു ഇന്റർവ്യൂവറിന് നമ്മൾ എത്ര ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യാം ഒരു ദിവസത്തില്? നമുക്ക് ആ ഒരു enthusiasm, ഉത്സാഹവും അതുപോലെ എനർജി ഒക്കെ നഷ്ടപ്പെടാതെ നമുക്ക് എത്ര ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാം എന്നുള്ളതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവിടെ പറഞ്ഞേക്കുന്നത് മാക്സിമം ഓഫ് 8 ബ്രീഫ് low stress half hour interview should be conducted in a day. ഇതിപ്പം ആക്യുറേറ്റ് ആണെന്നില്ല, അതിന് വ്യത്യാസം വരാം. എന്നാൽ ഇവിടെ പറഞ്ഞേക്കുന്നത് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നത് എത്രയാ? മിനിമം ഓഫ് 8 ബ്രീഫ്, 8 ബ്രീഫ് ഇന്റർവ്യൂ, ലോ സ്ട്രെസ്, ഹാഫ് അവർ, അരമണിക്കൂർ ഇന്റർവ്യൂ ഒരു ദിവസം കണ്ടക്ട് ചെയ്യാം. എത്രയെണ്ണം? 8 ബ്രീഫ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാമെന്ന്. നമുക്ക് ഇപ്പൊ നമ്മളൊരു ദിവസം തന്നെ 100 എണ്ണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂ ആകെ ഇതായി പോലെ ഒരു ആകദേശത്തോടുകൂടിയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവരുടെ ആ എനർജി അതുപോലെ തന്നെ ആ ഉത്സാഹം ഒക്കെ നഷ്ടപ്പെടാതെ നമുക്ക് ഇവിടെ പറഞ്ഞേക്കുന്ന 8 ബ്രീഫ് ലോ സ്ട്രെസ് ഹാഫ് അവർ ഇന്റർവ്യൂ ഷുഡ് ബി കണ്ടക്റ്റഡ് ഇൻ എ ഡേ. ഒരു ദിവസം അത്രയും കണ്ടക്ട് ചെയ്യാം. അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ടെന്നാ പറഞ്ഞേക്കണം അവിടെ. അതിനകത്ത് ആ സെക്കൻഡ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കാൻഡിഡേറ്റ്സിനോട് എങ്ങനെ പെരുമാറണം, അത് കാൻഡിഡേറ്റ്സിന്റെ അവകാശമാണ്. അവരോട് ബഹുമാനത്തോടു കൂടി അവരെ ട്രീറ്റ് ചെയ്യണം, സ്വാഗതം ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അവർക്ക് വേണ്ട പ്രതികരണങ്ങൾ ഉടനടി അവർക്ക് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ അവരുടെ റിസൾട്ട് അത് അവരെ ഇൻഫോം ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ടോ പറയണേ? ഇതൊക്കെ ഒന്ന് വായിച്ചു വെക്കേണ്ട കാര്യങ്ങളുള്ളൂ കേട്ടോ. അധികം നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ട് അങ്ങനെ ചോദിക്കാനുള്ള ഇല്ല, നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടേ ഉള്ളൂ. ഇത് എക്സാമിന് പഠിക്കേണ്ടതാണ്. ഡു ആൻഡ് ഡോൺട്സ് ഇൻ എ സെലക്ഷൻ പ്രോസസ്, സെലക്ഷൻ ഇന്റർവ്യൂ. ഒരു സെലക്ഷൻ ഇന്റർവ്യൂവില് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് എന്തൊക്കെ നമുക്ക് ചെയ്യാം? ഇതിപ്പോ നിങ്ങളിപ്പോ എക്സാമിന് വേണ്ടി പഠിക്കാന്ന് മാത്രമല്ല, എന്താണ് അല്ലാതെ നമ്മളെ ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ നോക്കിയേ, ഡൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യാൻ പറ്റുന്നത്. ഒരു സെലക്ഷൻ ഇന്റർവ്യൂവില് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാം? Okay, while preparing for an interview, a person should follow the following points. A person, ഒരു വ്യക്തി ഇതെന്താ ചെയ്യണം? ഫോളോ ദ താഴെ പറയുന്ന പോയിന്റ്സ് അവിടെ ഫോളോ ചെയ്യണം. ഒന്നാമത് നോക്കിയാൽ ഡു ഹോംവർക്ക്. എന്ത് ചെയ്യണം? ഹോംവർക്ക്. അവര് നല്ല പരിശ്രമം വേണം. നമ്മളെ ഇപ്പൊ നാളെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ എനിക്ക് ഇന്റർവ്യൂവിന് പോവാണോ ചെയ്യണേ നിങ്ങള്? ആണോ? നാളെ നമുക്ക് ഇന്റർവ്യൂ കിട്ടും. അപ്പൊ നമ്മൾ ഇന്ന് വെറുതെ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ നമ്മൾ വെറുതെ പോവാണോ ചെയ്യണേ? ഇന്റർവ്യൂവിനൊന്ന് തയ്യാറെടുക്കൂലേ? ഹോംവർക്ക് ചെയ്യൂലേ? ആണോ? അപ്പൊ ചെയ്യും. തീർച്ചയായിട്ടും നമ്മളൊന്ന് നാളെ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യും. വെറുതെ ഒന്നും ആരും പോവില്ല. അപ്പൊ ഒന്നാമത്തെ കാര്യം ഇന്റർവ്യൂവിന് ചെയ്യേണ്ട കാര്യം ടു ഹോംവർക്ക്. നന്നായിട്ട് ഹോംവർക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ എന്താ ഹോംവർക്ക് എന്ന് പറഞ്ഞാൽ വീട്ടിലൊന്ന് ഇത് ചെയ്യാനല്ല, സ്കൂളിൽ നിന്ന് ടീച്ചർ കൊടുത്തു വിടുന്ന ഹോംവർക്ക് അല്ല. ഇന്റർവ്യൂവിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം, തയ്യാറാവണം. The HR managers like those candidates who know about the company and the job position they are applying for. Okay, HR manager ഇഷ്ടപ്പെടുന്നുണ്ട് എങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ? ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെയാണ് കമ്പനിയെ കുറിച്ച്, ആ ജോബ് പൊസിഷനെ കുറിച്ച്, അവർ അപ്ലൈ ചെയ്യാൻ പോകുന്ന ജോബ് പൊസിഷനെ കുറിച്ചൊക്കെ അറിയുന്ന, നന്നായിട്ട് അറിയുന്ന കാൻഡിഡേറ്റ്സിനെ HR മാനേജർ ഇഷ്ടപ്പെടണ്ടല്ലേ? നമ്മുടെ കമ്പനിയെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരാളെ ഇഷ്ടമല്ലേ? HR മാനേജർ അങ്ങനെയുള്ള ആളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഫോർ ദീസ്, അതുകൊണ്ട് the candidates have to gain the knowledge about the company. എന്ത് ചെയ്യണം? കാൻഡിഡേറ്റ്സ് നേടണം, കമ്പനിയെ കുറിച്ചുള്ള അറിവ് നേടണം. നമ്മൾ കുറച്ച് ആ കമ്പനിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ആരെങ്കിലും ഒക്കെ ആയിട്ടൊക്കെ ആണെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ കമ്പനിയെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ ഒന്നും അറിയില്ലാതെ നമുക്ക് ഇന്റർവ്യൂവിന് ചെല്ലാൻ പറ്റില്ല. അത്യാവശ്യം കമ്പനിയെ കുറിച്ചുള്ള, ജോലിയെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ നേടിയിരിക്കുക. എസ്റ്റാബ്ലിഷ്മെന്റ്, അതിന്റെ നടത്തിപ്പ്, സക്സസ് മൈൽ സ്റ്റോൺ എന്ന് വെച്ചാൽ വിജയ നാഴികക്കല്ലുകൾ.
കമ്പനിയുമായി ബന്ധപ്പെട്ട അതിന്റെ വിജയ നാഴിക കല്ലുകൾ, ഇറ്റ്സ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, അതിന്റെ പ്രൊഡക്ട്സ് സർവീസസ്, ടാർഗറ്റഡ് മാർക്കറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കമ്പനിയെ കുറിച്ചുള്ള അല്ലെങ്കിൽ ജോലിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവര് അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ HR മാനേജർ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. Arriving early for the interview. രണ്ടാമത്തെ ഇന്റർവ്യൂവിന്റെ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം? നേരത്തെ എത്തണം. നമുക്ക് 10 മണിക്കാണ് ഇന്റർവ്യൂ എങ്കിൽ 10:05 ചെന്നാൽ മതിയോ? അല്ലെങ്കിൽ 10 മണി ഷാർപ്പ് 10 മണിക്ക് ചെന്നാൽ മതിയോ? നമ്മൾ നേരത്തെ എത്തണം അല്ലെ? ഒരു 9:30 ആവുമ്പോഴത്തേക്ക് എങ്കിലും നമ്മൾ അവിടെ എത്തിയിരിക്കണം. അതാണ് നേരത്തെ എത്തണം. The candidate should arrive before the allotted time of the interview. Underline ചെയ്തേ, അവർക്ക് അനുവദിച്ചിട്ടുള്ള ടൈമിന് മുന്നേ തന്നെ കാൻഡിഡേറ്റ്സ് എത്തിച്ചേരണം. The candidates should arrive before the allotted time of the interview. ഇന്റർവ്യൂവിന് അനുവദിച്ചിട്ടുള്ള ടൈം ഇല്ലേ, അതിന് മുന്നേ തന്നെ കാൻഡിഡേറ്റ്സ് എത്തണം. This will demonstrate their commitment to the work. അതെന്താ കാണിക്കുന്നേ? നേരത്തെ എത്താന്ന് പറഞ്ഞണ്ട, അവന് ആ ജോലിയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് അവിടെ കാണിക്കുന്നത്. Demonstrate their commitment to the work. If the candidates does not arrive on the time, ഇനി ആ കാൻഡിഡേറ്റ്സ് ആ കറക്റ്റ് സമയത്ത് ചെന്നില്ലെങ്കിൽ എന്താ കാണിക്കുന്നത്? It shows that it is not trustworthy. അവൻ വിശ്വാസയോഗ്യനല്ല. And further makes a bad impression on the interviewer. ഇന്റർവ്യൂവറിന്റെ ഇടയിൽ ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കൂലേ അല്ലെ? അവന് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത് വരും. നമ്മൾ എന്ന് ലേറ്റ് ആയിട്ട് വരും എന്നുള്ളത് വരൂലേ? നമ്മൾ ആ ഇന്റർവ്യൂവിന് തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഇന്റർവ്യൂവിന് അത്രയും സീരിയസ് ആയിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നേരത്തെ എത്തി ഇരിക്കും നമ്മൾ അല്ലെ? നേരത്തെ എത്തിയിരിക്കും. അപ്പൊ ആ കറക്റ്റ് സമയത്ത് ഓടിച്ചാടി നേരെ ഇന്റർവ്യൂ റൂമിലേക്ക് കയറുമ്പോ എന്തായാലും സ്വാഭാവികമായിട്ടും ആ ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഒരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാക്കുന്നു. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നേ? അവൻ വിശ്വാസയോഗ്യനല്ല എന്നുള്ളതും അവർക്കൊരു ബാഡ് ഇംപ്രഷനും ഉണ്ടാക്കുന്നു. ക്ലിയർ ആണല്ലോ അല്ലെ? ഈ പറയുന്ന പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം കേട്ടോ. ഇതും ഹോംവർക്ക് ചെയ്യണം. രണ്ടാമത്തെ ഇന്റർവ്യൂവിന് നേരത്തെ എത്തണം. ഓക്കെ ആണോ നോക്കിയേ? 2 പോയിന്റ്സും ഓക്കെ. മൂന്നാമത്തെ നോക്കിയേ, ബ്രിങ് നോട്ട്സ് along to calm the nerves. നമ്മുടെ നെർവ്സിനെ, നമ്മുടെ ഞരമ്പുകളെയൊക്കെ ശാന്തമാക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ടെൻഷനെ ഒക്കെ ഫ്രീ ആക്കാൻ പറ്റുന്ന ചെറിയ നോട്ട്സുകൾ കൊണ്ടുവരാം അല്ലെ? നമ്മൾ മറന്നു പോകാതിരിക്കാനായിട്ട് ഇടയ്ക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. The interviewee ശ്രദ്ധിക്കുക കേട്ടോ, കാൻഡിഡേറ്റ്സ് ആണ്. Can bring his or her notes to calm down the nerves. ചിലർക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മളൊരു ചെറിയൊരു നോട്ട് പോലെയൊക്കെ ആക്കി കൊണ്ടുവന്നാൽ നമുക്ക് ആ കുറച്ചു നേരം കൂടി ഒക്കെ റെഫർ ചെയ്തുകൊണ്ടിരിക്കാലോ. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ നോട്ട്സുകൾ അവർക്ക് അവരുടെ നെർവ്സിനെ അല്ലെങ്കിൽ ടെൻഷൻ കുറയ്ക്കാനായിട്ട് കൊണ്ടുവരാം. This often reflect that a candidate is serious about the job interview and has done his homework. അതെന്താ കാണിക്കുന്നേ? ആ ചെറിയ നോട്ട്സ് കാൻഡിഡേറ്റ്സ് കൊണ്ടുവരിക എന്നുള്ളത് എന്താ കാണിക്കുന്നത്? എന്താ കാണിക്കുന്നത്? കാൻഡിഡേറ്റ്സ് ജോബ് ഇന്റർവ്യൂവിനെ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത് അല്ലെ? അത്രയും ആക്യുറേറ്റ് നല്ല ഒരു ഇതാണ് കാണിക്കുന്നത് അല്ലെ? അത്രയും സീരിയസ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അവന്റെ ഹോംവർക്ക് ഒക്കെ ചെയ്ത് നല്ല പ്രിപ്പയർ ആയിട്ട് നല്ല രീതിയിൽ വന്നേക്കുന്നതാണെന്നുള്ളതാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്. അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. ഇനി അടുത്ത് നോക്കിയ ഓഫർ എ ഫേം ഹാൻഡ് ഷേക്ക്. നല്ലൊരു ഹസ്തദാനം ഹാൻഡ് ഷേക്ക് ഓഫർ ചെയ്യാം. അപ്പൊ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാവില്ലേ അല്ലെ? നമ്മളെ the interviewee must offer a firm handshake as it reflects the enthusiasm. നമ്മുടെ ആ ഒരു ഉത്സാഹത്തെ, കോൺഫിഡൻസ്, ആൻഡ് പോസിറ്റിവിറ്റി അല്ലെ? നമുക്കൊരു കോൺഫിഡൻസ് കിട്ടൂലേ ഒരു ഷേക്ക് ഹാൻഡ് ഒക്കെ തരുമ്പേ? അതാ നമുക്ക് ഓഫർ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ചെന്നിരിക്കുകയാണ്, ഇന്റർവ്യൂവർ നമ്മളോട് ഒരു ഷേക്ക് ഹാൻഡ് ഒക്കെ തന്നിട്ട് നമ്മളോട് അവിടെ ഇരിക്കാനൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സന്തോഷവും ഒരു കോൺഫിഡൻസും ഒരു പോസിറ്റിവിറ്റി അല്ലെ? ഒരു പോസിറ്റീവ് എനിക്ക് എന്തായാലും ഇത് കിട്ടും, അല്ലെങ്കിൽ എനിക്ക് അവിടെ ജോലി കിട്ടും, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് കിട്ടും. അണ്ടർലൈൻ ചെയ്തേ. A firm handshake is often considered as a good start of successful interview. ഒരു നല്ലൊരു വിജയകരമായിട്ടുള്ള ഇന്റർവ്യൂവിന്റെ തുടക്കമായിട്ടും അതേ കൺസിഡർ ചെയ്യുന്നു. നല്ലൊരു ഉറച്ച ഹാൻഡ് ഷേക്ക് ഹാൻഡ് നമ്മൾ കൊടുക്കൂലേ അത്.
as many HR managers take the hiring decision into 2 minutes of the interview. HR manager ആ ഒരു ഇന്റർവ്യൂവിന് ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ആ ഒരു നിയമന തീരുമാനം അതേക്കുറിച്ചുള്ള ഒരു നിയമന തീരുമാനം എടുക്കുന്ന പറയുന്നത്. അതായത് നമ്മൾ ചെന്ന് നമ്മുടെ ജസ്റ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുമ്പോഴത്തേക്ക് തന്നെ ആളുകളുടെ ഉള്ളിൽ നമ്മളെ കുറിച്ചൊരു ഇത് കിട്ടുക ചെയ്യും അല്ലെ. നമ്മുടെ ആ ഒരു പേഴ്സണാലിറ്റി, നമ്മുടെ ആ ഒരു കഴിവ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവർ അസസ് ചെയ്യും. HR manager has take a hiring decision in the 2 minutes of the interview. 2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ hiring decision HR manager എടുക്കുന്നത്. ഇനി അടുത്തത് എന്താ ഇന്റർവ്യൂവിന് ചെയ്യേണ്ടത്? ബി കോൺഫിഡന്റ് ബട്ട് നോ സുപ്പീരിയർ. നമ്മളിപ്പോ ഇന്റർവ്യൂവിന് പോവാണ്, നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം, പക്ഷെ സുപ്പീരിയർ ആവരുത്. അവരെക്കാളും ഉന്നതനാന്നുള്ള അഹങ്കാരം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു സുപ്പീരിയറിറ്റി കാണിക്കരുത്, സുപ്പീരിയർ ആവരുത്. Be confident but not superior. The candidates must show the difference between the superiority and the confidence. അത് അങ്ങനെ കാണിക്കാൻ പാടില്ല. Must know the difference. അതായത് നമ്മൾ അവിടെ ആ ഒരു സുപ്പീരിയറിറ്റി കാണിക്കാൻ പാടില്ല. കാൻഡിഡേറ്റ്സ് അവിടെ സുപ്പീരിയറിറ്റി എന്താണ്, കോൺഫിഡൻസ് എന്താണ്, അതിന്റെ ഡിഫറൻസ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കോൺഫിഡൻസ് അല്ലല്ലോ, കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആത്മവിശ്വാസം. സുപ്പീരിയറിറ്റി എന്ന് പറഞ്ഞാൽ അവരെക്കാളും ഉയർന്ന ഒരു മേൽക്കോയ്മയാണ് അത്. അതിന്റെ ഡിഫറൻസ് കാൻഡിഡേറ്റ്സ് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. He should be willing to learn new things. അവന് should be willing, തയ്യാറാണ് to learn new things. പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് അവര് തയ്യാറാവണം. rather than showing the superiority of the knowing everything. അതിന് ചിലരുണ്ട് എനിക്ക് എല്ലാം അറിയാം എന്നുള്ള ഭാവത്തിലേക്ക്, അങ്ങനെ പാടില്ല. നമുക്ക് കോൺഫിഡൻസ് വേണം എന്നാൽ നമ്മൾ പറയില്ല ഓവർ കോൺഫിഡൻസ് പാടില്ല എന്ന്, അതായത് സുപ്പീരിയറിറ്റി പാടില്ല. അപ്പൊ എന്ന് വെച്ചാൽ നമ്മളെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറായിരിക്കണം. കോൺഫിഡൻസ് ആവാം എങ്കിലും നമ്മൾ അറിയില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഇനി പഠിക്കാനുണ്ട്, അതല്ലേ, നമ്മൾ ആരും പൂർണ്ണരല്ല എത്ര ഇതാണെങ്കിലും. അപ്പൊ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അവര് തയ്യാറായിരിക്കണം. ഏതിനേക്കാളും rather than showing the superiority of knowing everything. എല്ലാം അറിയാമെന്നുള്ള സുപ്പീരിയറിറ്റി കാണിക്കുന്നതിന് പകരം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവണം. HR managers do not like this kind of attitude. HR manager ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ പാടില്ല. do not like, അത് ഇഷ്ടപ്പെടുന്നില്ല. സുപ്പീരിയറിറ്റി ഇഷ്ടപ്പെടുവോ? അവരെക്കാൾ വലിയ ആളാന്ന് കാണിക്കുന്നത് HR manager ഇഷ്ടപ്പെടില്ല. attitude as they do not want their employee to arrogant. Arrogant എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താ പറയാ, നമുക്ക് അത്രയും ആ ഒരു എന്താ അഹങ്കാരി, ഇത്രയും അഹങ്കാരം എന്നുള്ള പേര് കേട്ടോ, arrogant അഹങ്കാരം. And unwilling to learn organization process and the codes of conduct. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അങ്ങനെയുള്ളവരെ അഹങ്കാരികളായിട്ടുള്ളവരെ ഓർഗനൈസേഷന്റെ പ്രോസസ്സിനെ കുറിച്ച് പഠിക്കാൻ വില്ലിങ് അല്ലാത്തവര്, അൺവില്ലിങ് ആയിട്ടുള്ളവരെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, HR മാനേജർ ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള ഒരു മനോഭാവം, ആ ഒരു ആറ്റിറ്റ്യൂഡ് HR മാനേജർ എംപ്ലോയിയിൽ നിന്ന് ആ ഒരു ആറ്റിറ്റ്യൂഡ് HR മാനേജർ ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, 6ാമത്തെ പോയിന്റ്. Take time to answer the question. ഇനി ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാനായിട്ടുള്ള ടൈം എടുക്കണം. അതായത് ക്വസ്റ്റ്യൻ ശരിക്കും കേട്ടിട്ട് മാത്രം ആൻസർ പറഞ്ഞാൽ മതി. അതാണ് take the time to answer the question. Most of the people begin to formulate an answer in their mind before the speaker has even completed his question. മിക്ക കുട്ടികളുടെ പ്രശ്നം അതായത് ചോദ്യം കംപ്ലീറ്റ് ആവണേക്കായി മുന്നേ ചാടി കയറി ആൻസർ പറയാൻ തുടങ്ങും. അത് ശരിയായ കാര്യമല്ല. അവർ ആ ആൻസർ രൂപപ്പെടുത്താൻ തുടങ്ങും. വ്യക്തമായിട്ട് എന്താണ് ചോദിച്ചത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം ആൻസർ പറഞ്ഞാൽ മതി. നമ്മൾ പറയില്ല തോക്കിക്കൊറി വെടിയിക്കാന്ന് പറയില്ലേ, അതിന് ചോദിച്ചു തീരണേക്കായി മുന്നേ ആൻസർ പറയാൻ ചിലര് തയ്യാറാവും. This should be strictly avoided in an interview. അപ്പൊ ഇതെന്ത് ചെയ്യണം, ഇന്റർവ്യൂവില് പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കണം. Instead, അതിന് പകരം എന്ത് ചെയ്യണം, the interview should take some time to answer the questions by attentively listening to the complete question. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇന്റർവ്യൂവിൽ ആൻസർ പറഞ്ഞാൽ മതി, ആൻസർ ചെയ്യണം. Also, if the answer to the question is not known, ഇനി നമുക്ക് ഈ ആൻസർ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം,
one should be honest about it. അറിയില്ല എന്നുള്ള കാര്യം സത്യസന്ധമായിട്ട് പറയണം. ഓക്കെ, അവിടെ നമ്മളൊരു സത്യസന്ധത പുലർത്തണം. അല്ലാതെ നമ്മൾ ചുമ്മാ എന്താ പറയാ തെറ്റായിട്ടുള്ളതോ അതൊന്നും നമ്മളെ കുറിച്ച് അത്ര ഇത് കാണിക്കില്ല. സ്ട്രേറ്റ് ഫോർവേഡ് അത് തന്നെ. One should be honest about സത്യസന്ധത നമ്മളത് പുലർത്തണം. അറിയില്ല എന്നാണെങ്കിൽ അങ്ങനെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് സമയം ആൻസർ പറയാൻ കറക്റ്റ് നല്ല സമയം എടുത്ത് വേണം പറയാനായിട്ട്. ചോദിച്ച് തീരുന്നേക്കാളും മുന്നേ പറയരുത്. പിന്നെ അടുത്തത് നോക്കിയേ, ഹൈലൈറ്റ് യുവർ സക്സസ്. നമ്മുടെ വിജയത്തെ ഹൈലൈറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ എന്താ, വിജയത്തെ നമ്മൾ എടുത്തു കാണിക്കണം. Interviewee must highlight their set of successful tasks that are displaying their success. അവരുടെ വിജയമല്ലേ അതിനെ അങ്ങനെയുള്ള ടാസ്കുകളെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. Interviewee must highlight their set of successful tasks that displays their success. അവരുടെ വിജയം അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. However, such a task should be related to the job post they are applying for. അങ്ങനെയുള്ള ടാസ്കുകളെ നമ്മൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോബ് പോസ്റ്റ് ഇല്ലേ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ആ സക്സസ് അതെന്തായാലും അവിടെ എടുത്ത് കാണിക്കും. അപ്പൊ നമുക്ക് ആ ജോലി കിട്ടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അല്ലെ. നമ്മൾ പേരിൽ പോകുന്ന ഇപ്പൊ അതിനകത്തേക്ക് നമ്മളുടെ നല്ലൊരു ഇതുണ്ടെങ്കിൽ, നമ്മുടെ വിജയത്തിന്റെ എന്തെങ്കിലും അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് എന്തായാലും നമ്മൾ അവിടെ എടുത്ത് കാണിക്കണം. നമ്മള് അതാ however such a task should be ഏതുമായിട്ട് related to job post they are applying for. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോബ് പോസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ സക്സസ് സക്സസ്ഫുൾ ടാസ്ക് എന്തായാലും അത് നമ്മൾ എടുത്തു കാണിക്കണം, ഡിസ്പ്ലേ ചെയ്യണം. പിന്നെ അടുത്ത് നോക്കിയേ, സ്പീക്ക് വിത്ത് enthusiasm. എങ്ങനെ സംസാരിക്കണം? നമ്മൾ സന്തോഷത്തോടു കൂടി തന്നെ നല്ല ഉത്സാഹത്തോടു കൂടി തന്നെ സംസാരിക്കണം. Often the HR manager want to assess how enthusiastic the candidate is. Like നമ്മൾ വിഷമിച്ച് അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള രീതിയിലൊക്കെ എന്താ പറയാ നമ്മളൊരു ഡള്ളായിട്ട് അങ്ങനെയൊന്നും ആകാൻ പാടില്ല. നല്ല കോൺഫിഡന്റ് ആയിട്ട് നല്ല സന്തോഷത്തോടു കൂടി വേണം നമ്മൾ എന്താ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. അത് HR മാനേജർ അത് അസസ് ചെയ്യുന്നുണ്ട്. ആ കാൻഡിഡേറ്റ്സ് ഇങ്ങനെ എത്രത്തോളം ഉത്സാഹഭരിതരാണ് എന്നുള്ളത് അസസ് ചെയ്യുന്നുണ്ട്. Thus the interview must speak with enthusiasm and positively. അണ്ടർലൈൻ ചെയ്തേ, എങ്ങനെ സംസാരിക്കണം? സന്തോഷത്തോടു കൂടി, പോസിറ്റിവിറ്റി അതോടുകൂടി നമ്മൾ ഇന്റർവ്യൂവിൽ സംസാരിക്കണം. പോസിറ്റീവ് ആയിട്ടുള്ള ഇതിലൂടെ സംസാരിക്കണം. If a candidate sound low and dull, ഈ കാൻഡിഡേറ്റ്സിന്റെ സൗണ്ട് കുറവാണ്, ഡൾ ആണെങ്കിൽ എന്താ കാണിക്കുന്നേ? ഇറ്റ് വിൽ നോട്ട് മേക്ക് എ ഗുഡ് ഇംപ്രഷൻ ഓൺ ദ ഇന്റർവ്യൂവർ. ഇന്റർവ്യൂവറിന് നല്ല ഇംപ്രഷൻ ഉണ്ടാക്കോ? അത് കൊച്ചോറച്ച് ഡള്ളായിട്ടൊക്കെ പറയണത് ഇല്ല. നല്ല കോൺഫിഡന്റ് ആയിട്ട് നല്ല സൗണ്ടോടുകൂടി പറയണം. അങ്ങനെ വേണം ഇന്റർവ്യൂവിന്. അപ്പൊ നമ്മളിങ്ങനെ സൗണ്ട് കുറഞ്ഞ ഡള്ളായിട്ടൊക്കെ പറയുമ്പോൾ അത് ഇന്റർവ്യൂവറിന്റെ ഇടയിൽ ഒരു എന്താ പറയാ അത്ര നല്ല ഇംപ്രഷൻ ഒന്നും ഉണ്ടാക്കില്ല. He or she has answered all the questions. അവന് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ പറഞ്ഞാലും, മനസ്സിലായോ? എല്ലാ ക്വസ്റ്റ്യനും ആൻസർ പറഞ്ഞാൽ പോലും അവിടെ സൗണ്ട് കുറഞ്ഞും ഡള്ളായിട്ടും സംസാരിക്കുകയാണെങ്കിൽ ആ ഇന്റർവ്യൂവറിന് നല്ല ഇംപ്രഷൻ ഒന്നും ഉണ്ടാക്കൂല. മനസ്സിലാവല്ലേ പറയണത്? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്റർവ്യൂവിന് ചെയ്യാൻ പറ്റണേന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ചെയ്യേണ്ട കാര്യങ്ങളാണ്. എങ്ങനെ സംസാരിക്കണം? എല്ലാം enthusiasm നല്ല സന്തോഷത്തോടു കൂടി ഉത്സാഹഭരിതരൊക്കെ ആയിട്ട് വേണം സംസാരിക്കാൻ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അടുത്ത് നോക്കിയേ, ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ പൊസിഷൻ. ഇത് നമ്മുടെ ജോബ് പൊസിഷനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. എന്തെങ്കിലും നമുക്കൊന്ന് ക്ലിയർ ചെയ്യാൻ. The interviewee can ask the question about the job position with the HR manager. HR മാനേജറുമായിട്ട് ഇപ്പൊ നമുക്ക് ജോലിയുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരെ ഇന്റർവ്യൂക്ക് HR മാനേജറിനോട് ചോദിക്കാം. This show that the candidate is really interested in the job. അതെന്താ കാണിക്കുന്നത്? അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ? നമ്മൾ ശരിക്കും ഇൻട്രസ്റ്റ് ഉണ്ട് ആ ജോലിക്ക്, യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടെന്നല്ലേ കാണിക്കണേ. എനിക്ക് ആ ജോലിക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എനിക്ക് ആ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്താ അതിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽസ് എനിക്ക് അറിയാറാകുന്നുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് കാൻഡിഡേറ്റ്സ് ആ ജോലിക്ക് ഇൻട്രസ്റ്റ് ആണ് എന്നാണ് അത് കാണിക്കുന്നത്.
Also, asking questions about the position helps the interviewer to know whether he or she is appearing for the right job interview. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ക്വസ്റ്റ്യൻ ജോബ് പൊസിഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് എന്തിനെ സഹായിക്കുന്നു? ഇന്റർവ്യൂയി ടു നോ വെദർ, അപ്പൊ ആ ഇന്റർവ്യൂയെ നമ്മൾ അത് റൈറ്റ് ജോബ് ഇന്റർവ്യൂവിനാണോ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അല്ലെ. നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് പറ്റിയതാണോ അല്ലെങ്കിൽ അത് ശരിയായ ചോദിക്കാണോ നമ്മൾ അപ്പിയർ ആയത് എന്നുള്ളത് ഇന്റർവ്യൂക്ക് അറിയാനും പറ്റും. ഓക്കെ, ഇനി ടേക്ക് നോട്ട്സ്. ഇനി അടുത്തത് എന്താ? ടേക്ക് നോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ നോട്ട്സ് എടുക്കാനോ. The candidates can bring notes containing information about the company and the job position. കമ്പനിയെ കുറിച്ച്, ജോലിയുടെ ഇതിനെ കുറിച്ചുള്ള ചെറിയ നോട്ട്സ് കാൻഡിഡേറ്റ്സിന് കൊണ്ടുവരാം. അതുമായിട്ടേ കമ്പനിയെ കുറിച്ച്, ജോബ് പൊസിഷനെ കുറിച്ചൊക്കെ ഉള്ള വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ചെറിയ നോട്ട്സ് കാൻഡിഡേറ്റ്സിന് കൊണ്ടുവരാൻ പറ്റും. Also, the candidates can add the information to their notes. അപ്പൊ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കാൻഡിഡേറ്റ്സിന് അതിൽ ആഡ് ചെയ്യാനും പറ്റും. നത്തിങ് ഡൗൺ ന്യൂ ഡേറ്റ ഡ്യൂറിംഗ് ദ ഇന്റർവ്യൂ. നമുക്കത് പുതിയ നോട്ട്സ് എടുക്കാം എന്നാ പറയുന്നത്. അതായത് ടേക്ക് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ചെറിയ നോട്ട്സ് കമ്പനിയെ കുറിക്കുന്ന, ജോബ് പൊസിഷനെ കുറിക്കുന്ന ചെറിയ നോട്ട്സ് കാൻഡിഡേറ്റ്സ് കൊണ്ടുവരാം. അഡീഷണൽ ഇൻഫർമേഷൻസ് അവിടെ നോട്ട് ചെയ്യാം. ഇതെന്താ കാണിക്കുന്നത്? This will reflect the interviewee interest in the job. അതും അത് തന്നെയാണ്, ഇന്റർവ്യൂവിന് ആ ജോബിനോടുള്ള താല്പര്യത്തെയാണ് അവിടെ കാണിക്കുന്നത്. And it will help in remembering questions that he might want to ask the interviewer. പിന്നെ അതുകൂടാതെ ഒരു കാര്യമുണ്ട്, ഇന്റർവ്യൂവറിനോട് ചോദിക്കാനുള്ള, നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അതും ഓർമ്മപ്പെടുത്താനും സഹായിക്കും. This will reflect the interviewee's interest in the job. ആ ജോലിയിലുള്ള താല്പര്യവും അതുകൂടാതെ നമ്മൾ ഇന്റർവ്യൂവറിനോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതിനെ കുറിച്ച് ഓർമ്മ. ചിലപ്പോ നമ്മൾ എന്തൊക്കെയായിട്ട് ചിലപ്പോൾ മറന്നു ചോദിക്കാൻ വന്നത്. അപ്പൊ നമുക്കൊരു ചെറിയ നോട്ട്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് എന്തൊക്കെ കാര്യ ക്വസ്റ്റ്യൻസ് ആണ് ഇന്റർവ്യൂവറിനോട് ചോദിക്കേണ്ടത് എന്നുള്ളത് ഓർമ്മപ്പെടുത്താനും സഹായിക്കും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്റർവ്യൂവിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്? എന്നെ ഹോംവർക്ക് ചെയ്യണം, പിന്നെ അടുത്തത് ഇന്റർവ്യൂവിന് നേരത്തെ എത്തണം, പിന്നെ അടുത്തത് നമ്മുടെ നെർവ്സിനെയൊക്കെ കാമാക്കുന്ന രീതിയിലുള്ള നോട്ട്സുകൾ തയ്യാറാക്കണം, പിന്നെ അടുത്തത് നല്ലൊരു ഹാൻഡ് ഷേക്ക് ഓഫർ ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു പോസിറ്റിവിറ്റി കോൺഫിഡൻസ് ഒക്കെയാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ കോൺഫിഡൻസ് ഉണ്ടാവണം നമുക്ക്, പക്ഷെ സുപ്പീരിയർ ആവാൻ പാടില്ല. പിന്നെ ആൻസർ ഒക്കെ പറയാനായിട്ട് ആവശ്യത്തിനുള്ള സമയം എടുക്കണം. പിന്നെ നമ്മുടെ വിജയം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. സന്തോഷത്തോടുകൂടി സംസാരിക്കണം. ജോബ് പൊസിഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് HR മാനേജറിനോട് ചോദിക്കാൻ പറ്റും. പിന്നെ നോട്ട്സ് എടുക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്റർവ്യൂവിന് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്തത് ചെയ്യാൻ പറ്റാത്തതാ. ഇതും കൂടി അപ്പൊ പഠിക്കണ്ടേ നമ്മള്? ഇനി എന്തൊക്കെയാ നമുക്ക് ചെയ്യാൻ പറ്റാത്തതെന്നുള്ളതും കൂടി അറിയണ്ടേ? While preparing for an interview, a person should be cautious about the following points. ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് അവര് ഒരു ബോധം ഉണ്ടാക്കിയാൽ ജാഗ്രത പാലിക്കണം. ഈ കാര്യങ്ങൾ ഇന്റർവ്യൂവിന് ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്തൊക്കെയാന്ന് നോക്കിയേ. ഡ്രസ്സിംഗ് കാഷ്വലി, നമ്മൾ സാധാരണ വസ്ത്രം ധരിക്കരുത് അല്ലെ. എങ്ങനെയാ? ഡ്രസ്സിംഗ് കാഷ്വലി എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്താ? സാധാരണ വസ്ത്രം നമുക്ക് ചെയ്യാൻ പാടില്ലാത്തല്ലേ? കാഷ്വൽ ആയിട്ട് വസ്ത്രം ധരിക്കാൻ പാടില്ല. നമ്മൾ സാധാരണ വീട്ടിൽ കിട്ടുന്ന ഡ്രസ് ഇട്ടുകൊണ്ട് ഇന്റർവ്യൂവിന് പോകാൻ പറ്റുമോ? ഇന്റർവ്യൂവിന് പോകുമ്പോൾ അതിൻ്റെതായ ഒരു അല്ലെ, ബോയ്സ് ആണെങ്കിൽ പാന്റും കോട്ടും ഒക്കെ ഇട്ട് നല്ല അല്ലെ, ഗേൾസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെതായ ഒരു പെർഫെക്ഷൻ ഇല്ല ഡ്രസ്സില്. അല്ലാതെ നമ്മൾ വീട്ടിൽ കിട്ടുന്ന ഡ്രസ്സോ അല്ലെങ്കിൽ കൊള്ളില്ലാത്തതൊക്കെ കീറി പറഞ്ഞതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും ഇട്ടുകൊണ്ട് പോകാൻ പാടില്ല. എന്താ? സാധാരണ വസ്ത്രം ധരിക്കാൻ പാടില്ല. ഓക്കെ, ഒന്നാമത്തത്. An interviewer should not be dressed in a casual way. സാധാരണ രീതിയിലുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല. അണ്ടർലൈൻ ചെയ്തേ. Such a reflect an unserious attitude towards the job position. അതെന്താ കാണിക്കുന്നത്? സീരിയസ് അല്ല അല്ലെ? ആ ഇന്റർവ്യൂവിന് വലിയ സീരിയസ് ആയിട്ടല്ല കാണുന്നേ. അതാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. അൺസീരിയസ് ആറ്റിറ്റ്യൂഡ്, സീരിയസ് അല്ലാത്ത ഒരു മനോഭാവമാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. The candidates must be dressed formally. എങ്ങനെ ഡ്രസ് ചെയ്യണം? ഫോർമൽ ആയിട്ട്, ഔപചാരികമായിട്ട്, നല്ല വെൽ ഡ്രസ് അല്ലെ, നല്ല ഫോർമൽ ആയിട്ടുള്ള ഡ്രസ് ധരിക്കണം. Even if the company uniform is casual.
കമ്പനിയുടെ യൂണിഫോം സാധാരണയാണെങ്കിൽ പോലും ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മൾ ഫോമൽ ആയിട്ടുള്ള നല്ല ഡ്രസ് തന്നെ ചെയ്യണം. പിന്നെ അടുത്ത് നോക്കിയ രണ്ടാമത്തെ എന്താ ചെയ്യാൻ പാടില്ലാത്ത, വയലേറ്റിംഗ് ദ ഇന്റർവ്യൂവേഴ്സ് പേഴ്സണൽ സ്പേസ്. ഇന്റർവ്യൂവറിന്റെ പേഴ്സണൽ സ്പേസ് വയലേറ്റ് ചെയ്യാൻ പാടില്ല, ലംഘിക്കാൻ പാടില്ല. എന്താണ്, എവരിവൺ ഹാസ് എ പേഴ്സണൽ സ്പേസ്. എല്ലാവർക്കും ഇപ്പൊ ഇന്റർവ്യൂവറിന് ഇരിക്കാന്, ഇന്റർവ്യൂവിന് ഇരിക്കാന്, കാൻഡിഡേറ്റ്സിന് ഇരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ പേഴ്സണൽ സ്പേസ് ഉണ്ടാവും. നമ്മൾ കയറി അവരുടെ സ്പേസിൽ കയറി ഇരിക്കാൻ പാടില്ല, അത് വയലേറ്റ് ചെയ്യാൻ പാടില്ല. ഹിൻഡറിങ്, ഹിൻഡറിങ് എന്ന് വെച്ചാൽ തടസ്സപ്പെടുത്തുക. ഹിൻഡറിങ്, HINDERING, ഹിൻഡറിങ്. The personal space of the interviewer can make him uncomfortable. ആ ഇന്റർവ്യൂവറിന്റെ, ഇന്റർവ്യൂ ചെയ്യുന്ന ആള്, ഇന്റർവ്യൂവറിന്റെ പേഴ്സണൽ സ്പേസ് നമ്മൾ തടസ്സപ്പെടാൻ പാടില്ല. അത് അൺകംഫർട്ടബിൾ ആയിരിക്കും, അല്ലെ? അതൊരു നമ്മളായിട്ട് എന്താ പറയാ, അത് കംഫർട്ടബിൾ അല്ല. അവരുടെ ആ സ്പേസ് നമ്മൾ ലംഘിക്കരുത്. Therefore, the interviewer must not try to hinder a personal space of the interviewer by any means. യാതൊരു കാരണവശാലും ഇന്റർവ്യൂവി എന്താണ് അവരുടെ ആ ഇന്റർവ്യൂവറിന്റെ പേഴ്സണൽ സ്പേസിൽ കയറി എന്താണ് ഹിൻഡർ ചെയ്യാൻ പാടില്ല, അങ്ങനെ തടസ്സപ്പെടുത്താൻ പാടില്ല. ഇനി അടുത്തത് നോക്കിയേ, മിസ്ട്രീറ്റിംഗ് ദ സപ്പോർട്ട് സ്റ്റാഫ്. ഇനി അടുത്തത്, അവിടെ നമ്മുടെ ഇന്റർവ്യൂവർ മാത്രമല്ലല്ലോ, അവിടെ കുറച്ച് സപ്പോർട്ട് സ്റ്റാഫും ഉണ്ടാവും. അവരോട് മിസ്ട്രീറ്റിംഗ്, തെറ്റായിട്ട്, മോശമായിട്ടൊന്നും പെരുമാറാൻ പാടില്ല. അടുത്ത ഇന്റർവ്യൂവിന്റെ ഇതിനകത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് കേട്ടോ. മിസ്ട്രീറ്റിംഗ് ദ സപ്പോർട്ട് സ്റ്റാഫ്. സപ്പോർട്ട് സ്റ്റാഫിനോട് നമ്മൾ മോശമായിട്ട് പെരുമാറാൻ പാടില്ല. Mistreating the support employee or lower level staff member reflect the inhuman and disrespectful nature. അപ്പൊ അതെന്താ കാണിക്കുന്നത്, അല്ലെ? ഇപ്പൊ നമ്മുടെ താഴെക്കിടയിലുള്ള ആളുകള് അങ്ങനെ സപ്പോർട്ട് എംപ്ലോയിനോട് നമ്മൾ മോശമായിട്ട് പെരുമാറുന്നത്, അത് നമ്മുടെ ഒരു എന്താ പറയാ, ഇൻഹ്യൂമൻ ആൻഡ് ഡിസ്റെസ്പെക്ട്ഫുൾ നേച്ചർ, അല്ലെ? ആരെ ഒരു അവഗണിക്കുക, എന്താ പറയാ, ആർക്കൊരു ഇത് കൊടുക്കാതെ അവരെയൊക്കെ ഒരു ബഹുമാനം ഇല്ലാത്തൊരു കാര്യമാണ്, ഒരു മോശം ഹാബിറ്റ് ആണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. The candidates should not mistreat any person and must pay respect to everyone in the office. Candidates എന്ത് ചെയ്യണം? Thus should not mistreat ചെയ്യാൻ പാടില്ല any person, ആരോടും ഒരു മോശമായി പെരുമാറാൻ പാടില്ല. And must pay respect to everyone in the office. എല്ലാവരോടും pay respect, ബഹുമാനത്തോടു കൂടി മാത്രമേ പെരുമാറാൻ പാടുള്ളൂ. ക്ലിയർ ആയോ പോയിന്റ്? ക്ലിയർ ആയോ? സപ്പോർട്ട് സ്റ്റാഫിനോട്, ലോവർ ലെവൽ സ്റ്റാഫിനോട് ഒരിക്കലും മോശമായി പെരുമാറരുത്. അതുപോലെ തന്നെ നമ്മൾ അങ്ങനെയുള്ളത്, അവരെ നല്ലൊരു ബഹുമാനത്തോടു കൂടി, ആ ഓഫീസിലുള്ള എല്ലാവരോടും ബഹുമാനത്തോടു കൂടി തന്നെ പെരുമാറണം. നിങ്ങൾ ഇതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്യൂലേ ഇന്റർവ്യൂവിന് പോകുമ്പോഴ്? മോശമായിട്ട് പെരുമാറാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്ത് നോക്കി, സ്റ്റാൻഡിങ് ഔട്ട് ഫോർ ദ റോങ് റീസൺ. സ്റ്റാൻഡിങ് ഔട്ട് ഫോർ ദ റോങ് റീസൺ, തെറ്റായിട്ടുള്ള ഇതില് നമ്മൾ നിൽക്കാൻ പാടില്ല, തെറ്റില് നിൽക്കാൻ പാടില്ല. ഓക്കെ, ദ കാൻഡിഡേറ്റ് ഷുഡ് അപ്പിയർ ആൻഡ് സ്പീക്ക് ഇൻ ദ നോർമൽ മാനർ. സാധാരണ രീതിയിൽ നമ്മൾ സംസാരിക്കണം. അപ്പിയർ ആൻഡ് സ്പീക്ക്. He or she should not stand out due to the illogical or wrong reason. നിയമപരമല്ലാത്തത്, നമുക്കത് ലോജിക്കൽ അല്ലാത്ത, അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള ഇതിലൊന്നും, നമ്മൾ തെറ്റ് കാര്യങ്ങളിലൊന്നും നമ്മൾ നിൽക്കാൻ പാടില്ല. ന്യായവിരുദ്ധമായ, ഇല്ലോജിക്കൽ, ന്യായവിരുദ്ധം അല്ലെങ്കിൽ ന്യായമല്ലാത്ത തെറ്റായിട്ടുള്ള കാര്യങ്ങളിലൊന്നും നിൽക്കാൻ പാടില്ല. Wearing heavy മേക്കപ്പുകള് ചെയ്യാൻ പാടില്ല. ജ്വല്ലറി ഒരു 10 ഓരോന്നും ഇട്ടോണ്ട് ഇന്റർവ്യൂവിന് പോകാൻ പാടില്ല, അല്ലെ? സിമ്പിൾ ആയിട്ടുള്ളതായിരിക്കണം. നമ്മള് വലിയ ജ്വല്ലറി സാധനങ്ങള്, നിയോൺ കളേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മള് കുറച്ചുകൂടി ഇങ്ങനെ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഇല്ലേ, ഭയങ്കര കടുത്ത കളറുകളൊക്കെ ഇല്ലേ, അത് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ക്ലോത്ത്സ്, നിയോൺ കളേഴ്സ് ക്ലോത്ത്സ്, അത് ഒരുമിച്ചാണ് കേട്ടോ. നിയോൺ കളേഴ്സ് ക്ലോത്ത്സ്, നല്ല ഡാർക്ക് ആയിട്ടുള്ള അങ്ങനെയുള്ള കളറുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഹാർഡ് സ്മെല്ലിംഗ് പെർഫ്യൂംസ്, ഭയങ്കര കട്ടിയുള്ള പെർഫ്യൂം ഇല്ലേ, നമ്മൾ പറയുന്ന തലയ്ക്ക് പൊട്ട് കിട്ടുന്ന മാത്രമുള്ള
അങ്ങനെയുള്ള പെർഫ്യൂംസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. Can give reasons to HR manager for not selecting the candidates. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ HR മാനേജറിന് ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാത്ത റീസൺസ് ആണ് കാണിക്കുന്നത്. Can give reasons to HR managers for not selecting the candidates. ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് ഹെവി മേക്കപ്പ് ചെയ്യുക, ജ്വല്ലറി കുറെ ആഭരണങ്ങൾ ഇടുക, ഡാർക്ക് കളർ ക്ലോത്ത്സുകൾ ധരിക്കുക, പിന്നെ അതുപോലെ തന്നെ ഭയങ്കര കട്ടിയുള്ള ഭയങ്കരമായിട്ടുള്ള പെർഫ്യൂംസ്, അതൊക്കെ HR മാനേജർ ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനുള്ള കാരണങ്ങളൊക്കെയാണ്. ഇനി ഗെറ്റിംഗ് പേഴ്സണൽസ്, നമ്മൾ എന്താണ്, നമ്മളൊരു പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള കാര്യം അങ്ങനെ ഇതാവാൻ പാടില്ല. അപ്പോൾ ആസ്കിംഗ് ക്വസ്റ്റ്യൻ ദി കാൻഡിഡേറ്റ്സ് മസ്റ്റ് ആൻസർ ഇൻ ജനറൽ മാനർ, ഒരു സാധാ രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യണം. വിത്തൗട്ട് ഗെറ്റിംഗ് ടു പേഴ്സണൽ അബൌട്ട് ഇറ്റ്, അധികം വ്യക്തിപരമായിട്ടൊന്നും ആ രീതിയിലൊന്നും പാടില്ല. ഇന്റർവ്യൂവർ ആണെങ്കിൽ ആ ഒരു ഇത് നമ്മൾ കീപ്പ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് ആണ് ഇന്റർവ്യൂവർ ആയിട്ട് ഇരിക്കണമെങ്കിൽ പോലും നമ്മുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തോളത്തിട്ട് അവരോട് പേഴ്സണലായിട്ട് നമുക്ക് അങ്ങനെ സംസാരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പാടില്ലല്ലോ. ഇന്റർവ്യൂ എടുക്കുകയാണ് നമ്മുടെ ഇന്റർവ്യൂവർ, ആ ഒരു റെസ്പെക്ട് നമ്മൾ കാണിക്കണം. ഒത്തിരി പേഴ്സണൽ ആയിട്ടുള്ളതൊന്നും അവിടെ പാടില്ല. Also, he or she should not share a large amount of personal information with the interviewer. പിന്നെ എന്താ, വലിയ ഇതൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല. ഇന്റർവ്യൂവിനോട് ലാർജ് എമൗണ്ട് ഓഫ് പേഴ്സണൽ ഇൻഫർമേഷൻ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട്, നമ്മുടെ വീട്ടിലെ വിശേഷം, നാട്ടിലെ വിശേഷം, അപ്പുറത്തെ വിശേഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ അങ്ങനെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒന്നും അധികം ഷെയർ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അതായത് അധികം പേഴ്സണൽ ആവാൻ പാടില്ല. ജനറൽ മാനർ, സാധാ രീതിയിൽ നമ്മൾ സംസാരിക്കണം. ഓക്കെ, അടുത്ത് നോക്കിയ ലൈൻ. പിന്നെ അടുത്തത് സോറി, അതിന് മുന്നേ ആറാമത്തെ വാറ്റ് ഫിഡ്ജറ്റിംഗ്. ഫിഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ അസ്വസ്ഥത കാണിക്കാൻ പാടില്ല. അതായത് അധികം ടെൻഷന് കാര്യങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളത് പാടില്ല. ഫിഡ്ജറ്റിംഗ്, അസ്വസ്ഥത. Fidgeting has the potential to snatch the chances of being selected. നമുക്ക് എന്താണ് ഈ നമ്മളൊരു അസ്വസ്ഥതനായിരിക്കാന്നുള്ളതേ സ്നാച്ചിനെ കവർന്നെടുക്കാം. നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയെ കവർന്നെടുക്കുന്ന കാര്യമാണ് ഈ അസ്വസ്ഥത എന്ന് പറയുന്നത്. നെർവസ്നെസ്, വറീസ്, ആൻസൈറ്റീസ് എക്സെട്ര. അല്ലെ, നമുക്ക് എന്താ പറയാ, നമ്മൾ ഭയങ്കര നെർവസ് ആയിട്ട്, നമ്മൾ നല്ല വിഷമിച്ച്, ഉത്കണ്ഠ, ഇങ്ങനെയുള്ള ടെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും പാടില്ല. കോമൺലി ഇൻ ഇന്റർവ്യൂ അതൊക്കെ നമുക്ക് സാധാ കോമൺ ആണ് ഇന്റർവ്യൂവിൽ, എങ്കിൽ പോലും നമ്മൾ എന്താ, ബട്ട് ഫിഡ്ജറ്റിംഗ് ക്യാൻ ക്രിയേറ്റ് പ്രോബ്ലംസ്. നമുക്ക് അങ്ങനെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അസ്വസ്ഥത, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു അസ്വസ്ഥത കാണിക്കുന്നത് അങ്ങനെ അത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. It is found that 26% of the interviewers do not select the candidates who fidget. 26% ഇന്റർവ്യൂവറും എന്താണ് ഇങ്ങനെ അസ്വസ്ഥരായിരിക്കുന്ന കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യില്ല. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കാണിച്ചേക്കുന്നത്, ഇതാണ് കണ്ടുപിടിച്ചേക്കുന്നത്. 26% ഇന്റർവ്യൂവറും സെലക്ട് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ളവരെ അസ്വസ്ഥരായിരിക്കുന്ന കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നില്ല. ഇനി അടുത്ത് നോക്കിയ ലൈൻ. ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, നുണ പറയില്ല. നുണ പറയാൻ പാടില്ല. നുണ പറഞ്ഞ ജോലിയിൽ അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ പറയാൻ പാടില്ല. The candidates must never lie in an interview. കാൻഡിഡേറ്റ്സ് എന്താണ്, ഒരിക്കലും ഇന്റർവ്യൂവിൽ നുണ പറയാൻ പാടില്ല. Never lie, ഒരിക്കലും നുണ പറയാൻ പാടില്ല. Many people think that giving false information about the job history or educational background is an excellent way of impress the HR manager. ഇനി കുറെ കാൻഡിഡേറ്റ്സ് വിചാരിക്കുന്ന എന്താ, ഞാൻ നുണ പറയാം, എനിക്ക് ശരിക്കും ആ ഡിഗ്രി ഇല്ല, എങ്കിലും എനിക്ക് ഡിഗ്രിയുടെ എക്സ്പീരിയൻസ് ഇല്ല, എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ നുണ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, ജോബ് ഹിസ്റ്ററിനെ കുറിച്ചൊക്കെ നമുക്ക് അങ്ങനെയുള്ള തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തിയാൽ നമുക്ക് HR മാനേജറിനെ ഇംപ്രസ് ചെയ്യാന്നുള്ളതാണ് മിക്ക കാൻഡിഡേറ്റ്സ് വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്, അത് തെറ്റായ കാര്യമാണ്.
അങ്ങനെ നമ്മൾ നുണ പറഞ്ഞൊന്നും അവരെ ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റില്ല. സച്ച് ഫോൾസ് ഇൻഫർമേഷൻ ബിഗ് പ്രോബ്ലം. അത് വലിയ നുണ പറഞ്ഞിപ്പോ നമ്മളെ വലിയ ഇംപ്രഷൻ ചെയ്യാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും. HR manager have all the required information with them which they can verify at any point of time. ഇനി കുറച്ച് കഴിയുമ്പോ HR manager നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് അല്ലെ, നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഒക്കെ എടുത്ത് വെറുതെ ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞ് ഇതൊക്കെ ബയോഡാറ്റ നമ്മുടെ ഡേറ്റാസ് അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ നോക്കി കഴിയുമ്പോ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാവില്ലേ അല്ലെ? നുണ പറഞ്ഞല്ലേ നമ്മൾ കെയർ ചെയ്ത്. അപ്പൊ അങ്ങനെ വരുമ്പോ പ്രശ്നമാവും. അങ്ങനെയൊക്കെ വെരിഫൈ ഏതെങ്കിലും സമയത്ത് വെരിഫൈ ചെയ്യുകയാണെങ്കിൽ even if the candidates are chosen based on such lies, it can destroy the reputation. അല്ല, നമ്മുടെ ആ റെപ്യൂട്ടേഷൻ, നമ്മുടെ പ്രശസ്തി അല്ലെ, നമ്മുടെ നല്ല പേര് അത് നശിക്കും. ആൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഇൻ ദ ഫ്യൂച്ചർ. അല്ല, ജോബ് ഓഫറും ഭാവിയിലേക്ക് ആ ജോലി വേണ്ടാന്ന് വെക്കും അല്ലെ? നുണ പറഞ്ഞ് കയറിയതല്ലേ. അപ്പൊ നമ്മൾ നുണ പറഞ്ഞാണ് ജോലി കയറിയത്, ഈ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ അത് തെളിയുന്ന ആ സമയത്ത് HR മാനേജർ വെരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞത് തെറ്റാന്ന് കണ്ടു കഴിഞ്ഞാൽ, നുണയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ആ ജോലിയിൽ നിന്ന് വിടുമല്ലേ? വിടുവോ? അപ്പൊ നുണ പറഞ്ഞൊന്നും ആരും നമ്മുടെ ഉള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയുക. ഓക്കെ, ഞാൻ തമ്പ് കണ്ടില്ല, അത് തന്നെ ഞാൻ അവിടെ നോക്കിയില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. ഈ 3 പോയിന്റ്സും കൂടി ഉണ്ട്. ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കാൻ പറ്റുമോ? അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് തീർന്നത്. ഒരു 5 മിനിറ്റ് എടുത്തോട്ടെ? തിരക്കുണ്ടോ നിങ്ങക്ക്? യെസ്, നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതല്ലേ. ബാഡ് മൗത്തിങ് എ ഫോർമർ എംപ്ലോയി. ഇനി നമ്മുടെ മുന്നുള്ള എംപ്ലോയറിനെ കുറിച്ച് മോശം വാക്കൊന്നും പറയാൻ പാടില്ല. ഇപ്പൊ ഞാൻ പണ്ട് ജോലി ചെയ്യുന്ന സ്ഥലമാട്ടോ. അപ്പൊ ഇവിടെ പുതിയ ഇന്റർവ്യൂന്ന് പറയുമ്പോൾ ഞാൻ അയാളെ കുറിച്ച് കുറച്ച് കുറ്റവും ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ അത് ശരിയാണോ? എന്റെ ബാഡ് മൗത്തിങ് പറയാണ് ഫോർമർ എംപ്ലോയിനെ കുറിച്ച്, അത് ശരിയായ കാര്യമല്ല. The interviewer should not say negative thing or share grievance related to his or her previous employer. പ്രീവിയസ് എംപ്ലോയറിനെ കുറിച്ച് നമ്മൾ എന്താ പറയാ, ഗ്രീവിയൻസ് എന്ന് വെച്ചാൽ പരാതികള് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മോശം വാക്കുകള് കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. ഇറ്റ് ക്രിയേറ്റ് എ നെഗറ്റീവ് ഇംപ്രഷൻ. അത് എന്തുണ്ടാക്കും? ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കും ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ ഇന്റർവ്യൂവേഴ്സ്. കണ്ടോ, ഇന്റർവ്യൂവറിന്റെ ഫ്രണ്ടില് അതൊരു നെഗറ്റീവ് ആയി, ഇത് മോശമാണ് അല്ലെ? അങ്ങനെ നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ അല്ലെ? നമ്മൾ കുറ്റമൊന്നും പറയണത് അല്ലെങ്കിൽ അവരെ കുറിച്ച് ഇങ്ങനെ മോശം കാര്യങ്ങളൊക്കെ പറയണത് ശരിയല്ല. അത് ആ ഇന്റർവ്യൂവറിന്റെ ഫ്രണ്ടിൽ നമുക്കൊരു നെഗറ്റീവ് ഇംപ്രഷനെ ഉണ്ടാക്കുള്ളൂ. Instead, the candidate should reply in calm and positive manner if asked about the past employer. അപ്പൊ നമ്മുടെ പാസ്റ്റ് എംപ്ലോയറിനെ കുറിച്ച് പറഞ്ഞ എങ്ങനെ പറയണം? അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. എങ്ങനെ അത് പറയണം എന്ന് പറഞ്ഞ റിപ്ലൈ എങ്ങനെ മറുപടി കൊടുക്കണം? ശാന്തമായിട്ട് നല്ല പോസിറ്റീവ് മാനർ, നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ പാസ്റ്റ് എംപ്ലോയറിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വേണം പറഞ്ഞു കൊടുക്കാൻ. ഇനി ആഡിങ് ഫില്ലർ ഫ്രേസസ്. ഇനി ചെയ്യാൻ പാടില്ലാത്ത കേട്ടോ, ആഡിങ് ഫില്ലർ ഫ്രേസസ്. ഫില്ലർ ഫ്രേസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫില്ലർ ഫ്രേസസ് എന്നൊക്കെ പറയില്ലേ നമ്മൾ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോ കറക്റ്റ് ആൻസർ അല്ലാതെ നീ ചായ കുടിച്ചോ എന്ന് ചോദിക്കുമ്പോ ചിലര് ചായ കുടിച്ചു എന്ന് പറയും. ചില അങ്ങനെ അറിയില്ലേ, എന്നൊക്കെ മുക്കുമോളും ഒക്കെ ചെയ്യൂലേ. അങ്ങനെയൊന്നും നമ്മൾ ഇന്റർവ്യൂവിൽ പറയാൻ പാടില്ല. ഓക്കെ, most of the candidates use filler phrases like or എന്നുള്ള filler phrases ചില എംപ്ലോയേഴ്സ് കാൻഡിഡേറ്റ്സ് ഉപയോഗിക്കും. അത് നമുക്ക് എന്താണ് ആൻസർ പറയുമ്പോഴേ നമ്മളോട് ചോദിക്കുമ്പോൾ അത് നിങ്ങളത് പഠിച്ചിട്ടുണ്ടോ? എന്നല്ല, യെസ് ഓർ നോ കറക്റ്റ് ആയിട്ട് പറയണം. This should simply be avoided as it creates a reflection that the candidate does not know the answer or is trying to make out. അപ്പൊ അത് നമ്മൾ എന്താണ് അങ്ങനെ വരുമ്പോഴേ നമുക്ക് അതിനകത്ത് നമുക്ക് this should simply be avoided. അപ്പൊ അങ്ങനെയുള്ള ഫില്ലർ ഫ്രേസുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. It creates a reflection that the candidate does not know. അപ്പൊ അതെന്താ, നമുക്ക് കറക്റ്റ് മറുപടി അറിയില്ല എന്നല്ല അത് ശരിക്കും കാണിക്കണേ. അല്ലെങ്കിൽ ഓർ ഈസ് ട്രൈ ടു മേക്ക് ഔട്ട്, അല്ലെങ്കിൽ ആൻസർ കണ്ടെത്താൻ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതായിരിക്കും ആ ഒരു ഇതിനകത്ത് വരുന്നത്. ആ ഫില്ലർ ഫേസ് ഉപയോഗിക്കുമ്പോൾ ശരിക്കും നമുക്ക് കറക്റ്റ് മറുപടി അറിയില്ല എന്നുള്ളതാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല.
പിന്നെ അടുത്തൊരു കാര്യം കൂടിയുണ്ട്, ഗിവിംഗ് ദ ഫോൺ ഓൺ. അതായത് എല്ലാവരുടെയും കയ്യിൽ ഫോൺ ഉണ്ട്. നമ്മൾ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഫോൺ ഓൺ ആക്കി വെക്കാൻ പറ്റുമോ? ഒരിക്കലും നമ്മൾ ഫോൺ ഓൺ ആക്കി വെക്കരുത്. Phone ringing in the interview room or receiving a call during an interview is the worst case scenario for an interview. അല്ലെ, ഫോണ് നമ്മൾ ഇന്റർവ്യൂ റൂമിൽ കയറുമ്പോൾ ഫോണ് ബെല്ലടിക്കുന്നതും അതുപോലെ തന്നെ കോൾ എടുക്കുന്നതും ഒക്കെ മോശമായിട്ടുള്ള കാര്യമാണ്. അതൊന്നും ചെയ്യാൻ പാടില്ല. It is the last thing that HR manager want to see the candidates. ഇതൊന്നും കാൻഡിഡേറ്റ്സില് അപ്ലിക്കൻസില് HR മാനേജർ കാണാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് ഈ കാര്യങ്ങള്. ഫോൺ എടുക്കുന്നതും അല്ലെങ്കിൽ ഫോണിൽ തപ്പിക്കൊണ്ടിരിക്കുന്നതും മെസ്സേജ് ഇടുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും ഇന്റർവ്യൂവിന്റെ ഇടയിൽ നമ്മളത് ആ ഫോൺ എവിടെയെങ്കിലും ഇരുന്നോട്ടെ, നമ്മളൊന്നിൽ സൈലന്റ് ആക്കി അത് മാറ്റി വെക്കുക. കുറച്ച് സമയമല്ലേ ഉള്ളൂ, അപ്പൊ അത് നമ്മൾ ആ ഫോൺ അങ്ങനെ ഉപയോഗിക്കാതിരിക്കാം. അതൊക്കെ HR മാനേജർ ശരിക്കും കാൻഡിഡേറ്റ്സിന് കാണാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളും അതൊക്കെ. The candidate should never leave their phone in their means or vibrating mode during an interview. എങ്ങനെ വെക്കണം ഫോൺ? Never leave their phone in a ringing. Ringing അതിനകത്ത് വെക്കാൻ പാടില്ല, വയ്ക്കരുത്. Never leave. ഇത് വെക്കരുത്. ഇങ്ങനെ ഫോൺ ഇൻ റിംഗിങ്, റിംഗിങ്ങില് or vibrating mode during an interview. വൈബ്രേറ്റിംഗില് വൈബ്രേഷനിൽ ഇട്ടാലും ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ലേ ഫോൺ അടിക്കുമ്പോൾ? ആ വൈബ്രേറ്റിംഗ് മോഡിലാണ് മേശപ്പുറത്തേക്ക് ഇരിക്കുകയാണെങ്കിൽ അതും ഒരു ഡിസ്റ്റർബൻസ് ആണ്. അപ്പൊ നമ്മള് റിംഗിങ്ങിലോ വൈബ്രേഷനിലോ ഒന്നും ഇടാൻ പാടില്ല. നമ്മൾ കുറച്ചു നേരത്തേക്ക് അത് സൈലന്റിലാക്കിയൊക്കെ എടുത്ത് വെക്കാം. വൈബ്രേഷനൊക്കെ ഒഴിവാക്കി അല്ലെങ്കിൽ ഫോണൊക്കെ ഇതിനകത്ത് വെക്കാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്റർവ്യൂവിന് ചെയ്യാൻ പാടില്ല. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാഷ്വലായിട്ട് വസ്ത്രം ധരിക്കാൻ പാടില്ല. ഈ ഇന്റർവ്യൂവിന്റെ പേഴ്സണൽ സ്പേസിനെ അതിക്രമിച്ച് കിടക്കാൻ പാടില്ല. സപ്പോർട്ട് സ്റ്റാഫിനോട് തെറ്റായിട്ട് അവരോട് അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറാൻ പാടില്ല. തെറ്റായിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കാൻ പാടില്ല. ന്യായവിരുദ്ധമായിട്ടൊന്നും നിൽക്കാൻ പാടില്ല. പിന്നെ അടുത്തത് നമ്മൾ ഒത്തിരി പേഴ്സണൽ ആവാൻ പാടില്ല അവരോട്. പിന്നെ അടുത്തത് അസ്വസ്ഥരായിരിക്കാൻ പാടില്ല, നുണ പറയാൻ പാടില്ല, ഫോർമർ എംപ്ലോയറിനോട് ഒരു മോശം കാര്യങ്ങൾ പറയാൻ പാടില്ല. കില്ലർ ഫേസുകളും എന്നൊക്കെ ഉള്ള ആ കില്ലർ ഫേസുകള് അത് പറയാൻ പാടില്ല. ഫോണ് ഓൺ ആക്കി വെക്കാൻ പാടില്ല. ക്ലിയർ ആയി എല്ലാവർക്കും? ഇത്രയും ഒരു 5-6 മിനിറ്റ് കൂടി ഇരുന്ന് എല്ലാവർക്കും താങ്ക് യു കേട്ടോ. ഞാൻ അത്രയാ പോർഷൻസ് അന്ന് തീർക്കാന്ന് വിചാരിച്ച. ഒരു 5 മിനിറ്റ് കൂടി എക്സ്ട്രാ എടുത്തെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? നമ്മുടെ പോർഷൻസ് അത്രയൊന്നും തീരുമല്ലോ. ഇപ്പൊ നമുക്ക് അധികം സമയമൊന്നും ഇല്ല. ഉള്ള സമയം കൊണ്ടൊക്കെ നമുക്ക് തീർക്കണം. പിന്നെ ഒരുപാട് അങ്ങനെ പെട്ടെന്ന് ഓടിച്ചിട്ട് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാനും പറ്റൂല്ലോ. നമ്മൾ എടുത്ത് തുടങ്ങിയാൽ തന്നെ എടുത്ത് അവസാനിപ്പിക്കണ്ടേ അല്ലെ? അല്ലെങ്കിൽ മിസ് അവസാനമായിട്ട് മിസ് ഓടിച്ചമ്മ പഠിപ്പിച്ചു എന്ന് പറയും. അത് അങ്ങനെ വേണ്ട. നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി കൂടുതൽ എടുത്താൽ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ ഉള്ള ക്ലാസ്സൊക്കെ എനിക്ക് സമയം പോലെ ഇനിയിപ്പോ അടുത്ത് ഇപ്പൊ 3 അവർ ഇന്നത്തെ കഴിഞ്ഞല്ലേ. ഇനിയിപ്പോ എനിക്ക് ഈ 1 അവർ ഞാൻ ഫ്രീ ആണ്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 5 മിനിറ്റ് എടുത്തത്. അത് ഇപ്പൊ തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് കയറേണ്ട വന്നത്. ഫസ്റ്റ് രാവിലെ മോർണിംഗ് 2 ക്ലാസ് കഴിഞ്ഞു. ഈ ഉച്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ക്ലാസ് ഉണ്ടാകുള്ളൂ. ഇന്ന് 3 ക്ലാസ്സേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. ചിലപ്പോ ഞാനിങ്ങനെ 5 മിനിറ്റ് ഒക്കെ കൂടുതൽ എടുക്കൂട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവരോടും ഒന്നുകൂടി ഞാനൊരു ടാഗ് പറയാണ്. ഇത്രയും നേരം ഇരുന്നതിന് കേട്ടോ. 5 മിനിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വിലപ്പെട്ട സമയമല്ലേ? പിള്ളേരൊക്കെ വന്ന സമയമായി, ചായക്കൊക്കെ നോക്കാറായി. വീട്ടിൽ ഒരുപാട് പണികളൊക്കെ ബാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ നിശ്ചലപ്പെടുത്തുന്നില്ല, പോയിരുന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, എവിടെ പോയാ? യെസ്, ഓക്കെ.